നാരായണ. വളരെയധികം സന്തോഷമുണ്ട് തിരുവാറന്മുളപ്പൻ്റെ മണ്ണിലെത്താൻ സാധിച്ചതിനുള്ള അതിയായിട്ടുള്ള ക്രിയത്ന അത് തന്നെ നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നു. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. പഞ്ചപാണ്ഡവന്മാർ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പിന്നെ പോയിട്ടുള്ളത് തൃക്കൊടിത്താനത്താണ്. കഴിഞ്ഞ പാണ്ഡവീയം സത്രത്തിൽ പ്രഭാഷണം ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ പോകാൻ പറ്റി. ഓർഡറിലൊന്നല്ല ഭഗവാൻ വിളിക്കുന്നത്, എങ്കിലും ഓരോ സ്ഥലത്ത് വരുമ്പോഴും ആ സ്ഥലത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട കൂർമാവതാരത്തിലുള്ള ചാർത്ത് കാണാനുള്ള ഭാഗ്യം, ഭഗവാന്റെ സഞ്ചരിക്കുന്ന വിഗ്രഹങ്ങളായിട്ടുള്ള സജ്ജനങ്ങളായിട്ടുള്ള നിങ്ങളെ ഓരോരുത്തരെയും കാണാനുള്ള ഭാഗ്യം, ഇതൊക്കെയാണ് പ്രഭാഷണത്തെ വേറിട്ട ഒന്നാക്കി മാറ്റുന്നത് ഓരോ തവണയും. ഭഗവാൻ തന്നെ ഉദ്ധവരോട് പറയുന്നുണ്ട്, ഉദ്ധവ, ഒരു സജ്ജനത്തെ കാണുന്ന സമയത്ത് ഒരു ക്ഷേത്രമാണെങ്കിൽ പോലും ആ സജ്ജനത്തെ നമസ്കരിച്ചോളൂ. കാരണം ക്ഷേത്രത്തിലുള്ളത് എൻ്റെ സഞ്ചരിക്കാത്ത വിഗ്രഹവും സജ്ജനം എൻ്റെ സഞ്ചരിക്കുന്ന വിഗ്രഹമാണെന്ന്. അങ്ങനെയുള്ള ഭഗവാന്റെ തിരുസ്വരൂപമായിട്ടുള്ള സജ്ജനങ്ങളായിട്ടുള്ള നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയം കൊണ്ട് നമസ്കരിക്കുന്നു. നിങ്ങളെല്ലാവരും വളരെയധികം ഭാഗ്യം ചെയ്ത ആളുകളാണ്. ഭഗവാന്റെ നാട്ടുകാരായിട്ട് ജനിക്കാൻ സാധിക്കുക എന്നുള്ളത്, ഭഗവാനെ എന്നും വന്ന് കാണാനുള്ള ഭാഗ്യം ലഭിക്കുക എന്നൊക്കെ പറയുന്നത് സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന ഒന്നാണ്. നിങ്ങളെല്ലാവരും അത് എത്രയോ നാളുകളായിട്ട് അനുഭവിക്കുന്ന ആളുകളാണ്. ഭഗവാന്റെ നാട്ടുകാർ എന്നുള്ളതൊരു പ്രിവിലേജാണ്. അറന്മുള അറിയാത്ത ഒരു സ്ഥലവും ലോകത്തില്ല. ഇന്ന് വൃശ്ചിക മാസത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയം കൂടി ആയതുകൊണ്ട് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടും വളരെയധികം പ്രാധാന്യമുള്ള സ്ഥലമാണ് അറന്മുള. എല്ലാം കൊണ്ടും വളരെ വിശേഷപ്പെട്ടൊരു സ്ഥലം. അവിടെ ഭഗവാന്റെ ഈ കളഭ ചാർത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എത്താൻ സാധിച്ചൊരു സന്തോഷം ഒരിക്കൽ കൂടി നിങ്ങളെ അറിയിക്കുന്നു. ഇന്ന് പോയപ്പോൾ ഭഗവാന്റെ മനോഹരമായിട്ടുള്ള കൂർമാവതാര ചാർത്ത് നമ്മൾ കണ്ടു. ഇനിയുള്ള ഓരോ ദിവസവും ഭഗവാന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അവതാരങ്ങളെ ആ ശ്രീലകത്ത് കാണാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയിരിക്കുന്നു. നമ്മളിവിടെ ഭഗവാന്റെ കൂർമാവതാര ചാർത്ത് തൊഴുന്ന സമയത്ത് എത്രയോ 10,000 ഭക്തർ ഇന്ന് വൈകിട്ട് ഗുരുവായൂരപ്പൻ്റെ ബലഭദ്രാവതാരം ചാർത്തിയ ഉച്ചപൂജ അലങ്കാരമാണ് എന്ന് കണ്ടത്. ഒരേ സമയം കൂർമാവതാരമായിട്ട് ഇവിടെ ആറന്മുളയിലും ഏട്ടന്റെ രൂപത്തിൽ ബലഭദ്രസ്വാമിയായിട്ട് ഗുരുവായൂർ ഇരിക്കുന്ന ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. രണ്ടിടത്തും ഒരുപാട് സിമിലാരിറ്റീസ്, ഒരുപാട് സാമ്യതകളും തോന്നി. രണ്ടു ഭാഗത്തും ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തി തൊട്ട് വേണമെങ്കിൽ പറയാം. ഗുരുവായൂര് ഭഗവാൻ തന്നെ പൂജിച്ചിരുന്ന വിഗ്രഹം ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായിട്ടുള്ള ഉദ്ധവന്റെ നിർദ്ദേശപ്രകാരം ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠിക്കുമ്പോൾ ഇവിടെ ഭഗവാന്റെ തന്നെ സ്വരൂപമായിട്ടുള്ള അർജുനന്റെ കൈകൊണ്ട് പ്രതിഷ്ഠിച്ച വിഗ്രഹമാണ്. ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്ന് നിർണ്ണയിക്കാനൊന്നും നമ്മൾ ആരുമല്ല, അങ്ങനെയുള്ള കമ്പാരിസൺ ഒന്നുമില്ല. എങ്കിൽ പോലും ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള വൈശിഷ്ട്യം ഉണ്ടല്ലോ. ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠിച്ച ഗുരുവായൂരിനോളം തന്നെ വിശേഷം തിരുവാറന്മുളയ്ക്കുണ്ട്. കാരണം ഇപ്പോൾ ബാക്കിയുള്ള 4 സ്ഥലങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ തൃക്കൊടിത്താനം ഉൾപ്പെടെ പ്രതിഷ്ഠാൻ ഉൾപ്പെടെ ഏത് സ്ഥലം നമ്മൾ നോക്കുകയാണെങ്കിലും നമ്മുടെ പഞ്ചപാണ്ഡവരാൽ തന്നെ ഭഗവാന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അർജുനന്റെ തേവാരമൂർത്തിയായിട്ടുള്ള ഭഗവാൻ ഇരിക്കുന്ന സ്ഥലത്തിന് കുറച്ചുകൂടെ വൈശിഷ്ട്യം കൂടുതലാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഭഗവാനും അർജുനനും തമ്മിൽ ഭേദഭാവം ഉണ്ടായിരുന്നില്ല. ഭഗവാൻ തന്നെയായിരുന്നു ഒരു തരത്തിൽ അർജുനൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഭഗവാന്റെ 2 ഭാവങ്ങൾ, മഹാവിഷ്ണുവിന്റെ 2 ഭാവങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നരഭാവവും നാരായണ ഭാവവും പറയാറുണ്ട്. നരനാരായണ ഋഷിമാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. രണ്ടും ഭഗവാൻ തന്നെയാണ്. ഭഗവാനിൽ തന്നെയുള്ള 2 ഭാവമാണ്. ഒന്ന് നരഭാവവും ഒന്ന് നാരായണ ഭാവം. ഭഗവാന്റെ അവതാരങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും ഇങ്ങനെ ഏറിക്കുറഞ്ഞിരിക്കുന്നത് കാണാം. ഇപ്പൊ നരസിംഹാവതാരം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഭഗവാന്റെ നാരായണ ഭാവമാക്കുന്നത് കാണാൻ പറ്റും. പരശുരാമന്റെ അവതാരത്തിലേക്ക് വരുമ്പോൾ ഭഗവാന്റെ നരഭാവമാണ് അവിടെ കൂടുതൽ. ശ്രീരാമസ്വാമിയിലേക്ക് വരുമ്പോൾ വീണ്ടും നരഭാവമാണ് കൂടുതൽ കാണുന്നത്.
ശ്രീകൃഷ്ണാവതാരത്തിലേക്ക് വരുമ്പോൾ നാരായണ ഭാവമാണ് കൂടുതലുള്ളത്. ഇത് പലപ്പോഴും നമുക്കിങ്ങനെ കാണാൻ പറ്റും. പക്ഷേ എപ്പോഴും നരനെയും നാരായണനെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒറ്റ അവതാരമാണ് ഭഗവാൻ എപ്പോഴും സ്വീകരിച്ചിരുന്നതാണ്. ഇപ്പൊ നരസിംഹസ്വാമിയിൽ തന്നെ നരനുമുണ്ട് നാരായണനുമുണ്ട്. ശ്രീരാമസ്വാമിയിലും നരനുമുണ്ട് നാരായണനുമുണ്ട്. പരശുരാമസ്വാമിയിലും നരനുമുണ്ട് നാരായണനുമുണ്ട്. പക്ഷേ ശ്രീകൃഷ്ണാവതാരത്തിൽ വന്ന സമയത്ത് ഭഗവാൻ സ്വയം തീരുമാനിച്ചു ഇത്തവണ രണ്ടും രണ്ട് കാറ്റഗറി ആയിട്ട് പോട്ടെ. അങ്ങനെ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നുള്ള ആ ഒറ്റ വാക്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഭഗവാനിലുള്ളത് പൂർണ്ണമായും നാരായണൻ, അവിടെ നരഭാവമില്ല. അപ്പൊ ഇത്രയും നാൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ നരഭാവം ഭഗവാൻ എവിടേക്ക് മാറ്റി വെച്ചു? അത് നമുക്ക് കാണാൻ സാധിക്കുക അർജുനനാണ്, പാർത്ഥനാണ്. അങ്ങനെയുള്ള ആ പാർത്ഥന്റെ കൈകൊണ്ട് പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹം എന്ന് പറയുമ്പോൾ ആത്യന്തികമായി ഭഗവാന്റെ കൈകൊണ്ട് തന്നെ പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹം എന്ന് നമുക്ക് അതിനെ ഒന്ന് വ്യാഖ്യാനിക്കുന്നു. നോക്കൂ, ശബരിമല എന്ന് പറയുന്ന സമയത്ത് പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹം എന്ന് പറയുന്നു. ഭഗവാന്റെ കൈകൊണ്ട് പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹം അവിടെ ഇരിക്കുന്നു, ഇവിടെ ഭഗവാന്റെ കൈകൊണ്ട് പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹം ഇരിക്കുന്നു. ഈ രണ്ട് സ്ഥലത്തേക്ക് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞാൻ പറയാമെന്ന് എല്ലാവർക്കും അറിയാം. ഭഗവാന്റെ രണ്ട് അവതാരങ്ങളാൽ പ്രതിഷ്ഠിക്കപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെ കണക്ട് ചെയ്യുന്നൊരു പോയിന്റാണ് ആറന്മുള. അതൊരു ഭാഗത്ത് ഭഗവാന്റെ നരഭാവമാണ് രണ്ടിടത്തും കൂടുതൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പരശുരാമനിലുള്ളത് നരഭാവമാണ്, അർജുനിലുള്ളത് നരഭാവമാണ്. അങ്ങനെ ഇരിക്കുന്ന ഈ ഭഗവാൻ പാർത്ഥസാരഥി രൂപത്തിലാണ് നമുക്ക് ദർശനം തരുന്നത്. ചതുർബാഹു വിഗ്രഹമാണെങ്കിലും പാർത്ഥസാരഥിയായിട്ടാണ് സങ്കല്പിക്കുന്നത്. ഞാൻ എങ്ങനെയൊക്കെ പ്രഭാഷണം നടത്തണം എന്ന് കരുതി പ്രഭാഷകനായതൊന്നുമല്ല ഭഗവാന്റെ നിശ്ചയം. പക്ഷെ അതിൽ ഏറ്റവും അധികം പങ്ക് വഹിച്ചിട്ടുള്ളത് ഇതുപോലൊരു പാർത്ഥസാരഥി ക്ഷേത്രമാണ്. എൻ്റെ നാട്ടിൽ പാലക്കാട് മണ്ണാർക്കാട് ഗോവിന്ദപുരം പാർത്ഥസാരഥി ക്ഷേത്രം എന്നൊരു ക്ഷേത്രമുണ്ട്. ഞങ്ങൾ അവിടെ പറയുക ഗുരുവായൂർ പാതി ഗോവിന്ദപുരത്ത് എന്നാണ്. 2 തവണ ഗോവിന്ദപുരത്ത് പോയാൽ 1 തവണ ഗുരുവായൂർ പോയ ഫലം. ചുമ്മാ രസം. ആ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നടന്ന സത്സംഗങ്ങളിൽ നിന്ന് കേട്ട കഥകളൊക്കെയാണ് ആദ്യകാലത്തിൽ അടിസ്ഥാനം ഉണ്ടായിരുന്നത് ആധ്യാത്മികതയുടെ. ഇപ്പോഴൊന്നും ആയുധം പറയുന്നത്. അതുകൊണ്ട് തന്നെ പാർത്ഥസാരഥി ഭാവത്തിൽ ഭഗവാന്റെ പ്രതിഷ്ഠയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഭഗവാനെ ഉണ്ണിയായിട്ട് കാണാം, ഭഗവാനെ കാമുകനായിട്ട് കാണാം, ഭഗവാനെ അച്ഛനായിട്ട് കാണാം, ഭഗവാനെ രക്ഷിതാവായിട്ട് കാണാം, ഭഗവാനെ ബ്രഹ്മമായിട്ട് തന്നെ കാണാം. എന്നാൽ പാർത്ഥസാരഥി ഭാവമുള്ള ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ കുറച്ചുകൂടെ പ്രകടമായിട്ടുള്ളത് ഭഗവാന്റെ ഈ ഭാവങ്ങളെക്കാട്ടിലൊക്കെ ഉപരി ഭഗവാന്റെ ഗുരുഭാവമാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും. കൃഷ്ണം വന്ദേ ജഗദ്ഗുരും എന്ന് നിങ്ങൾ വിളിക്കുന്ന ആ ഭാവം പാർത്ഥസാരഥിയെ കാണുമ്പോൾ ഒരു ഭഗവാൻ മഞ്ഞപ്പട്ടം കൊടുത്ത് കിരീടമില്ല കേട്ടോ, കിരീടം നമ്മൾ വെച്ച് കൊടുക്കുന്നതാണ്. യുദ്ധ നിയമങ്ങൾ അനുസരിച്ച് സാരഥിക്ക് കിരീടം വെക്കാനുള്ള അവകാശമില്ല, തലപ്പാവാണ്. നിങ്ങൾ കൽക്കി സിനിമയും കണ്ടിട്ടുണ്ടാവും. അതിലെന്തോ അറിഞ്ഞോ അറിയാണ്ടേ അവർ ചെയ്താണെന്ന് എനിക്കറിയില്ല, ചെയ്തപ്പോൾ തലപ്പാവായിരുന്നു സത്യം. കിരീടമില്ല, തലയിൽ കെട്ടാണ്, കെട്ടിയിട്ടാണ്. കയ്യിൽ ചമ്മട്ടി, പ്രസിദ്ധമായിട്ടുള്ള ഭഗവാന്റെ ശംഖ്, പാഞ്ചജന്യം. ഇങ്ങനെയുള്ള ഭഗവാൻ, ആ ഭഗവാൻ രൂപം കാണുമ്പോൾ കൃഷ്ണൻ, ഗുരുവായൂരപ്പൻ എന്നൊക്കെ നമ്മൾ ഭഗവാനെ പ്രകീർത്തിക്കുന്നതിനോടൊപ്പം തന്നെ ആ ഭഗവാനിലുള്ള ഗുരുഭാവത്തെ കൂടി മനസ്സിലാക്കണം എന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയുന്നത്. ഈ ഒരു മണിക്കൂർ നമ്മൾ സംസാരിക്കുന്നത് ഭഗവാന്റെ ഗുരുഭാവത്തെ കുറിച്ചായിരിക്കും. അറിഞ്ഞോ അറിയാതെയോ ഭഗവാന്റെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രത്തിന്റെ പേരിൽ പോലും ആ ഗുരുശബ്ദം ആദ്യം വന്ന് ആത്യന്തികമായിട്ട് ഞാൻ ഗുരുനാഥനാണ് എന്നുള്ള ഭാവം. ഇതേ ഭാവം നിങ്ങൾക്ക് ശാസ്താവിൽ കാണാൻ പറ്റും. ശാസ്താവിനെ വിളിക്കുക തന്നെ, ശാസ്താവ് എന്നുള്ള പദത്തിന്റെ അർത്ഥം തന്നെ ശാസിച്ച് പഠിപ്പിക്കുന്നവെന്നാണ്, ചൈത്യം പഠിപ്പിക്കുന്നവെന്നാണ്. പഠിപ്പിക്കുന്നവൻ ഗുരുവാണ്. ആത്യന്തികമായിട്ട് നമ്മുടെ ഈശ്വര സങ്കല്പങ്ങൾക്കൊക്കെ ഉള്ളത് ഈ ഗുരുഭാവം. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ ആധ്യാത്മികതയ്ക്ക് പറ്റിയൊരു പ്രശ്നം, ഈ ഗുരുഭാവം എന്തോ ഉയർന്നതാണെന്ന് കരുതി നമ്മൾ അതിനെങ്ങനെ മാറ്റി വെച്ചു. ബാക്കിയുള്ള കൃഷ്ണനെയൊക്കെ നമുക്ക് വലിയ ഇഷ്ടമാണ്. വേണ്ട കഴിക്കണ കൃഷ്ണൻ, രുക്മിണി സ്വയംവരത്തിലുള്ള കൃഷ്ണൻ, ഗോപസ്ത്രീകളുടെ കൂടെ രാസക്രീഡ നടക്കുന്ന കൃഷ്ണൻ,
യശോദയുടെ കൃഷ്ണൻ ഒക്കെ നമുക്ക് ഇഷ്ടം. പക്ഷെ ഒന്ന് ഭഗവാൻ ഒന്ന് ഇങ്ങോട്ട് സീരിയസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ കൃഷ്ണനോട് എന്തോ ഒരു അകൽച്ച. ഞാനിത് എന്റെ നാട്ടിൽ ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ, ഇവിടെ എങ്ങനെ എനിക്കറിയില്ല, എന്റെ നാട്ടില് ഭാഗവത സപ്താഹം നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാവുക 2 ദിവസമാണ്. ഒന്ന് കൃഷ്ണാവതാരം, 2 രുക്മിണി സ്വയംവരം. ഇവിടെ അങ്ങനെ തന്നെയാണോ? ഏറ്റവും കുറവ് തിരക്കുണ്ടാവുക എന്താണെന്നറിയും? എന്നാ 6ാമത്തെ ദിവസം. അന്ന് ഉദ്ധവോപദേശം കൊണ്ടൊരു ഭാഗമുണ്ട് ഉച്ചയ്ക്ക്. ഭഗവാൻ ഉദ്ധവനെ ഉപദേശിക്കുന്ന, ഭഗവാൻ ഗുരുക്കന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട്. വയസ്സായ 5 അമ്മമാരും ഉണ്ടാവും, ആചാര്യനും ഉണ്ടാവും. ഇവരിങ്ങനെ കേൾക്കുക ഗുരുക്കന്മാരെ കുറിച്ച്. കാരണം ഗുരുവായപ്പോ സീരിയസ് ആയി. കുചേരൻ വന്ന് അജിതാഹരെ കഴിഞ്ഞതോടുകൂടി നമ്മുടെ സപ്താഹം കഴിഞ്ഞു. പിന്നുള്ളത് ഉപദേശം നമുക്ക് വേണ്ട. ഉപദേശിക്കാനൊന്നും ഗുരുവായൂരപ്പനോട് പോലും വേണ്ട, ഉപദേശമൊന്നും വേണ്ട എന്നാണ്. പക്ഷെ ആ ഭാവം നമ്മൾ വേണ്ടത്ര മനസ്സിലാക്കാതെ പോയതിന്റെ ഭവിഷ്യത്താണ് ഈ ധർമ്മം ഇന്നും അനുഭവിക്കുന്നത് എന്ന് നമ്മൾ പറയേണ്ടി വരും. ആത്യന്തികമായിട്ട് ഭഗവാന്റെ മായയിലാണ് നമ്മൾ കുടുങ്ങിപ്പോയത്. ഭഗവാന്റെ ലീല, ഭഗവാന്റെ ബാലരൂപം, ഭഗവാന്റെ ഗോപസ്ത്രീകളോടൊപ്പമുള്ള രാസക്രീഡ, ഈവൻ യശോദാമ്മയായിട്ടുള്ള ഭഗവാന്റെ ബാല്യകാലം, ഇതൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മായ തന്നെയാണ്. ഭഗവാന്റെ ശരീരമാണ് ഭഗവാന്റെ ഏറ്റവും വലിയ മായ. ഞാൻ പണ്ടെപ്പോഴോ പറഞ്ഞിട്ടുണ്ട്, ഭഗവാന്റെ ഏറ്റവും വലിയ ആയുധമാണ് ഭഗവാന്റെ ശരീരം. നോക്കൂ, എല്ലാ സമയത്തും ഭഗവാനോടൊപ്പം ഉണ്ടും ഉറങ്ങിയും ജീവിച്ച അർജുനല്ലാത്തൊരു സതീർത്ഥ്യൻ ഭഗവാൻ ഉണ്ടായത് ആരാ? ഞാൻ ഒറ്റയ്ക്ക് പ്രഭാഷണം നടത്തി വിചാരിച്ചോ? ആരാണ്? ഉദ്ധവൻ. ആ ഉദ്ധവൻ എന്ന് പറയുന്ന ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് ഭഗവാനെ അവസാന കാലത്ത് അനുഗമിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഭഗവാനെ വിട്ടു പോവാൻ ഉദ്ധവന് സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? ഭഗവാനോടുള്ള സ്നേഹം കൊണ്ടോ, ഭഗവാൻ ആത്യന്തികമായിട്ട് പരബ്രഹ്മാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടോ അല്ല. ഭഗവാൻ തന്നെ ഉദ്ധവനോട് പറയുന്നുണ്ട്, നീ എന്റെ ഈ രൂപത്തിൽ കുടുങ്ങിപ്പോയി. ഞാൻ ഈ രൂപം ഉപേക്ഷിക്കുന്നത് കാണാനുള്ള ത്രാണി ആർക്കില്ല? ഉദ്ധവനില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? നിങ്ങളൊക്കെ ഭാഗവതത്തിൽ കേട്ടിട്ടുണ്ടാവും ശ്ലോകം, ഗച്ഛോദ്ധവ എന്നുകൊണ്ട് തുടങ്ങുന്ന ഒരു ഭാഗമുണ്ട്. ബദരിയിലേക്ക് പറഞ്ഞു കൊടുക്കും ഉദ്ധവൻ. ഉദ്ധവന് പോലും ഭഗവാന്റെ ഈ ഗുരുഭാവം മനസ്സിലായിട്ടുണ്ടോ ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ ഭഗവാന്റെ ഒന്നുകൂടെ ഒന്നൊരു സ്പെഷ്യൽ ക്ലാസ് വേണ്ടി വന്നു ഈ ഗുരുഭാവം മനസ്സിലാക്കാൻ. അപ്പൊ സാധാരണക്കാരായിട്ടുള്ള നമ്മളുടെ ഭാവം എങ്ങനെയാണെന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷേ ഭഗവാന്റെ ഗുരുഭാവം ഏറ്റവും അധികം മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ ആരാണ് ഈ ലോകത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ഉത്തരവുള്ളൂ. ആരാണ്? സാക്ഷാൽ അർജുനൻ, പാർത്ഥൻ എന്ന പേരിൽ അവിടെ അവസാനിക്കും. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നുള്ള ഒരു ഭാഗത്ത്, കൃഷ്ണം വന്ദേ ജഗദ്ഗുരു എന്ന് പറയുന്ന ഭാഗം മറ്റൊരു ഭാഗത്ത്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയത്തിലാണ് ഉദ്ധവൻ പോയിരുന്നത്. എന്നാൽ പാർത്ഥൻ പോയിരുന്നത് കൃഷ്ണം വന്ദേ ജഗദ്ഗുരു എന്ന് പറയുന്ന ഭാവത്തിലാണ്. ഭഗവാന്റെ ക്ലാസ് കേട്ട് ഏറ്റവും നല്ലൊരു സ്റ്റുഡന്റ് ആയിട്ട് മാറി പെർഫോം ചെയ്ത് A+ വാങ്ങി കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരാളാരേ ഉള്ളൂ? അർജുനൻ. അപ്പൊ നോക്കൂ, അങ്ങനെയുള്ള ഒരു അർജുനൻ പ്രതിഷ്ഠിച്ച വിഗ്രഹം ഇവിടെ ഇരിക്കുമ്പോ കൂർമാവതാരം കാണുമ്പോഴും, നാളെ രാഹാവതാരം കാണുമ്പോഴും, നരസിംഹാവതാരം കാണുമ്പോഴും, ഈവൻ കൃഷ്ണാവതാരം കാണുമ്പോഴും ആത്യന്തികമായിട്ട് പാർത്ഥസാരഥിയായിട്ട് അർജുനൻ പ്രതിഷ്ഠിച്ച വിഗ്രഹം കാണുമ്പോൾ ഒരു സെക്കൻഡ് എങ്കിലും നമ്മുടെ മനസ്സിലേക്ക് ഏത് ഭാവം കൂടെ വരണം? ഗുരുഭാവം കൂടെ വരണം. ആ ഗുരുഭാവം കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അതിനാണ് പ്രഭാഷണങ്ങളും സത്സംഗങ്ങളും സഹസ്രനാമവും ഭാഗവതവും ആത്യന്തികമായിട്ടൊക്കെ ഭഗവാനെ ഗുരുവായിട്ട് സ്വീകരിക്കാൻ നമ്മളെ പഠിപ്പിച്ചിരുന്നതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സത്സംഗങ്ങൾ പലതും എന്റർടൈൻമെന്റ് ആയിട്ട് മാറിപ്പോയി. ഈ ഗുരുഭാവം നമുക്ക് താല്പര്യമില്ലാണ്ടായിപ്പോയി. നമുക്ക് ആഘോഷങ്ങളും കാഴ്ചകളും മാത്രം മതി എന്ന രീതിയിലേക്ക് മാറിപ്പോയി. അപ്പൊ അതുകൊണ്ട് അടുത്ത വർഷം കളവത്തിന് പ്രഭാഷണം നടക്കുന്ന സമയത്ത് ഞാൻ വന്നില്ലെങ്കിലും വേറെ ആരെങ്കിലും വരുന്ന സമയത്ത് ഇവിടെ ഉദ്ധവോപദേശത്തിന് നിറഞ്ഞ സദസ്സ് ഉണ്ടായിരിക്കും. ഭാഗവതം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുക അപ്പോഴാണ്.
രണ്ട് ഭാഗം കേട്ടാൽ മതി എന്ന് ഞാൻ എൻ്റെ കുഞ്ഞു വിദ്യാഭ്യാസത്തിൽ പറയും. ഭാഗവത് മനസ്സിലാക്കാൻ ഒന്ന് ഉദ്ധവദേശം, രണ്ട് ഗോപികാഗീതം, രണ്ടും മനസ്സിലാക്കിയാണ്. രണ്ടും ക്ലാസ്സാണ്. ഈ ഗുരുഭാവം ഇങ്ങനെ കാണിക്കുന്നതാണ്. ഭഗവാൻ പല ഗുരുക്കന്മാരെ കുറിച്ച് പറയുന്ന സമയത്ത് ഭഗവാൻ പറഞ്ഞും പറയാതെയും ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിട്ട് ഞാൻ ഉദ്ധവനിലൂടെ അർജുനിലേക്ക് വരാമെന്നാണ്. ഉദ്ധവന് പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും വലിയ ഗുരുക്കന്മാരെ ഒരു റോൾ മോഡൽ കാണിക്കണമല്ലോ സംസാരിക്കുന്ന സമയത്ത്. ഇയാളെ പോലെ ആയിക്കോളൂ. ആത്യന്തികമായിട്ട് ഭഗവാൻ എല്ലാവരോടും പറയുന്നത് നിങ്ങൾ എന്നെ പോലെ ആയിക്കോളൂ എന്നാട്ടോ. ഒരു തർക്കല്ലേ? എന്നെ പോലെ ആവൂ, എന്നെ പോലെ ആവൂ എന്നാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എന്നെ മനസ്സിലാക്കൂ, എന്നെ തിരിച്ചറിയൂ. പക്ഷെ ഭഗവാൻ അതിൻ്റെ ആ ക്ലാസ് ഉണ്ട്. ഒറ്റയടിക്ക് പോയിട്ട് PhD പഠിക്കുന്നത് പറയും. ലെവലായിട്ട് പോകും. അപ്പൊ ഭഗവാൻ ആദ്യം ഉദ്ധവന് കൊടുക്കുന്ന ഒരു ഗുരുക്കന്മാരുണ്ട്. ആരത്? എപ്പോഴോ തോന്നി ഉദ്ധവന് ഭഗവാൻ തലേ ദിവസം അണിഞ്ഞ പീതാംബരം ധരിക്കാനുള്ള അവകാശം ഉദ്ധവനായിരുന്നു. ഭഗവാൻ തലേ ദിവസം അണിഞ്ഞ് വനമാല എടുത്ത് ധരിക്കാനുള്ള അവകാശം ഉദ്ധവനായിരുന്നു. ഭഗവാന്റെ ഗോപീചന്ദനം ധരിക്കാനുള്ള അവകാശം ഉദ്ധവന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭഗവാൻ എന്തൊക്കെ എടുക്കുന്നുണ്ട് അതൊക്കെ എടുക്കാനുള്ള അവകാശം, ഇന്നത്തെ കുട്ടികളുടെ ഭാഷ പറയുകയാണെങ്കിൽ ബെസ്റ്റി ഭഗവാന്. അങ്ങനെയുള്ള ഒരാളായിരുന്നു. ഇപ്പൊ ഇടയ്ക്ക് നമുക്കങ്ങനെ തോന്നും ഈ ഗുരുഭാവം ഇല്ലാണ്ടാവുമ്പോഴുള്ള പ്രശ്നമാണ് എന്ത്? ഞാനാണ് ഗുരുവായൂരപ്പന്റെ ഏറ്റവും വലിയ ഭക്തൻ. ഇത് ഗുരുഭാവം ഇല്ലാണ്ടാവുമ്പോ ആദ്യം തോന്നുന്ന ചിന്തയാണ് എന്നെ കഴിഞ്ഞേ ഉള്ളൂ ഗുരുവായൂരപ്പൻ ആരും. ചില കുട്ടികളൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഏട്ടാ ഞാൻ ഗോപിയാണ്. നോക്കൂ, ഗുരുവായൂരപ്പന്റെ ഭക്തൻ അല്ലെങ്കിൽ തിരുവാറന്മുളയപ്പന്റെ ഭക്തൻ എന്ന് പറയുന്നത് അതൊരു ഉത്തരവാദിത്തമാണ്. അത് വെറും എളുപ്പത്തിൽ പോയിട്ട് അണിയാൻ പറ്റുന്ന ഒരു ടൈറ്റിലല്ല അത്. നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാം, ഞാൻ കൃഷ്ണന്റെ ഭക്തനാണ്, ഞാൻ രാമന്റെ ഭക്തനാണ്, ഞാൻ മഹാദേവന്റെ ഭക്തനാണ്. ആ ഭക്തനാണ് എന്ന് പറയുന്ന വാചകത്തിന്റെ അടിയിൽ ഞാൻ തൃക്കൊടുത്താനും പറഞ്ഞാണ്, അതിന്റെ അടിയിൽ ഒപ്പ് വേണം ഭഗവാന്റെ. ആണ് കേട്ടോ, അപ്പോഴേ ആവുള്ളൂ. അതുവരെ ക്ലെയിമേ ഉള്ളൂ, അവകാശവാദമേ ഉള്ളൂ. എപ്പോഴേ ഒപ്പ് കിട്ടുള്ളൂ? ഗുരുഭാവം മനസ്സിലാക്കിയാലേ ഒപ്പ് കിട്ടുള്ളൂ. ഉദ്ധവന് പോലും ഈ തോന്നലുണ്ടായി, എന്ത് ഞാൻ കൃഷ്ണന്റെ വലിയ എന്തോ ഒരാളാണ്. ഇടയ്ക്ക് എനിക്ക് ഇവിടെ നിന്നും ഭാഗ്യം അങ്ങനെയുള്ള അപകടമൊന്നും ഉണ്ടായില്ല. ചില സ്ഥലങ്ങളിലൊക്കെ പ്രഭാഷണത്തിന് പോകുമ്പോൾ അവിടെ നോട്ടീസ് അടിക്കുമ്പോൾ അവർ നോട്ടീസിന്റെ PDF അയച്ചു തരും. അപ്പൊ അതിൽ എഴുതിയിട്ടുണ്ടാവുക ഗുരുവായൂരപ്പന്റെ വ്യാസം. എന്തർഹത ഉണ്ട് നമുക്ക് ആ ടൈറ്റിലൊക്കെ എടുത്ത് അണിയാൻ? ഇനി ആനകളുടെ ഒക്കെ പേര് അങ്ങനെ കേട്ടുള്ളൂ, ഗുരുവായൂരപ്പന്റെ ഇന്ദ്രസൻ, അങ്ങനെയൊക്കെ ഉണ്ട്. ഗുരുഭാവം മനസ്സിലാക്കി ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കിയവർക്ക് മാത്രമേ ഭക്തൻ എന്ന ടൈറ്റിൽ എടുത്ത് അണിയാൻ സാധിക്കുള്ളൂ. പ്രഹ്ലാദൻ ഭക്തനായത് എന്തുകൊണ്ടാണ്? ആ ഗുരുഭാവം മനസ്സിലാക്കിയതുകൊണ്ടാണ്. അർജുനൻ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായത് എന്തുകൊണ്ടാണ്? ഗുരുഭാവം മനസ്സിലാക്കിയതുകൊണ്ടാണ്. പക്ഷേ ഉദ്ധവന് ഭഗവാൻ ഇത് സ്വയം പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്തത്, മറ്റൊരാളെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ചു കൊടുത്തു. ആരെ കൊണ്ട്? ഇടയ്ക്ക് തോന്നി ഞാൻ വലിയ സംഭവമാണ്, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഉദ്ധവൻ അങ്ങനെ അഭിനയിച്ചു കണക്കാക്കിയാണ്. ഭഗവാൻ ഒരിക്കൽ വൃന്ദാവനത്തിലേക്ക് പോകാനായിട്ട് ഉദ്ധവനെ തിരഞ്ഞെടുക്കുന്നു. ഞാൻ അവിടെ നിന്ന് പോന്നിട്ട് ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. പോയി അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ക്ഷേമം അന്വേഷിച്ചു വരും. അതിനുവേണ്ടി ഇവിടെ വല്ല ബാല്യക്കാരും കുട്ടികളുണ്ടെങ്കിൽ അവരെ അയച്ചാൽ പോരെന്ന് തോന്നി ഇത്ര ഉദ്ധവന്. കാരണം എന്താ? പോയി കാണാൻ പോകുന്നത് ആരാണ്? സ്കൂളിൽ പോവാത്ത, ഈ ഡയറി ഫാം നടത്തി ജീവിക്കുന്ന കുറച്ച് ആൾക്കാർ, ഒരു വിദ്യാഭ്യാസവും ഇല്ല, നേരാവണ്ണം വസ്ത്രം ധരിച്ചിട്ടുണ്ടാവില്ല, കുളിച്ചിട്ട് ചിലപ്പോൾ കുറേ ദിവസമായിട്ടുണ്ടാവും, വിജയങ്ങളുടെ അടുത്ത് കൂടെ പോകുമ്പോൾ തന്നെ ചാണകത്തിന്റെയും ഗോമൂത്രത്തിന്റെയും ഒക്കെ വാസനയെ വരുള്ളൂ. ഇങ്ങനെയുള്ള ഒറ്റങ്ങളെ കാണാൻ ഞാൻ പോണോ? അത് തോന്നിയത്. വല്ലവരും വിട്ടാ പോരെ? പറ്റില്ല, അങ്ങ് തന്നെ പോകണം നിർബന്ധം പിടിച്ചു. ഉദ്ധവൻ പിറ്റേ ദിവസം വൃന്ദാവനത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നു. ഭഗവാൻ ദശമസ്കന്ധത്തിൽ കൃത്യമായിട്ട് കാണാം. ഭഗവാൻ പോയതിൽ പിന്നെ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം പറഞ്ഞു, എല്ലാ ദിവസവും മധുരയുടെയും വൃന്ദാവനത്തിന്റെയും അതിർത്തിയിൽ പോയി കാത്തു നിൽക്കുന്ന പതിവുണ്ടായിരുന്നു ഗോപികമാർക്ക്. ഇവർ ദൂരേക്ക് നോക്കും, ഇന്ന് കൃഷ്ണൻ വരും. ഓരോ ദിവസം അങ്ങനെ വിചാരിക്കുക, ഇന്ന് വരും. ഇത്രയും ദിവസം ഒരു അനക്കവും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസം മാത്രം കുതിരയുടെ വളമ്പടി കിട്ടും, ആദ്യമായിട്ട് കേൾക്കുക. പോയതിൽ പിന്നെ കേട്ടിട്ടില്ല. അപ്പൊ തോന്നി വരുന്നുണ്ടാവുമോ എന്നുള്ള ഒരു സംശയം, ഒരു തോട്ട് വന്നേ ഉള്ളൂ. കുറച്ചുകൂടെ കഴിയുമ്പോൾ രഥം അടുത്ത് വരുന്നു. ആ രഥത്തിലുള്ള ഒരാളിരിക്കുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടെ ഒന്ന് പ്രതീക്ഷ കൂടി.
നമ്മൾ ഈ വണ്ടി കണ്ടിട്ട് ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യില്ലേ? BMW വരുന്നത് ഇന്ന ആളാണ്, സ്വിഫ്റ്റിൽ വരുന്നത് ഇന്ന ആളാണ്. ഗോപികമാർക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നു. നോക്കി കൊടിക്കൂറയിലേക്ക് ഭഗവാന്റെ കൊടിയടയാളം ഗരുഡനെ കണ്ടത്. അപ്പൊ വരുന്നത് ഭഗവാന്റെ വണ്ടിയാണ്. അപ്പൊ അകത്തിരിക്കുന്ന ആരാണ്? ഭഗവാനാണ്. എന്നാലും ഒരു സംശയം, ഇനിയിപ്പോ ഭഗവാൻ അല്ലാണ്ട് വേറെ ആരെങ്കിലും ആവും. നോക്കി കുറച്ചുകൂടെ രഥം അടുത്ത് വന്നപ്പോ അതിനകത്തിരിക്കുന്ന ആള് മഞ്ഞപ്പട്ട് എടുത്തിട്ടുണ്ട്, അതിനകത്തിരിക്കുന്ന ആള് വനമാല ധരിച്ചിട്ടുണ്ട്, അതിനകത്തിരിക്കുന്ന ആള് ഗോപിക്കുരു തൊട്ടിട്ടുണ്ട്, അതിനകത്തിരിക്കുന്ന ആളെ കാണാൻ കൃഷ്ണനെ പോലെ തന്നെ ഉണ്ട്. ആകെ മയിൽപ്പീല് മാത്രമില്ല എന്നേ ഉള്ളൂ. പാവം നമ്മളെ കാണാൻ ഓടി വന്നപ്പോ എടുക്കാൻ മറന്നുപോയതാവും. ഇപ്പൊ വരും എന്ന് കരുതി നിൽക്കുന്ന ആ ഗോപികമാരുടെ മുമ്പിലേക്കാണ് ഉദ്ധവൻ പോയി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത്. കുറച്ചൊക്കെ അടുത്തെത്തിയപ്പോ ഗോപികമാർക്ക് മനസ്സിലായത് കൃഷ്ണനൊന്നുമല്ല. ഗോപികമാരെ കണ്ട സമയത്ത് ഇത്രത്തോളം പുച്ഛത്തോടു കൂടി കണ്ടിരുന്ന ഒരു വിഭാഗമായിരുന്നു ഉദ്ധവൻ. അത്ര വലിയ ബഹുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. അവരോട് അവരാരാന്ന് പോലും ചോദിക്കാതെ ചോദിക്കുകയാണ്, ഈ വഴിയാണോ നന്ദഗോപരുടെ യശോദര വീട്ടിലേക്ക് പോവുക? അവരിതിന് ഉത്തരവൊന്നും പറയുന്നില്ല. അവരങ്ങനെ തിരിഞ്ഞ് നടന്നു പോയിന്ന, നിങ്ങൾക്ക് അത്ര ചാടയാണെങ്കിൽ ഞങ്ങൾക്ക് അതിനേക്കാൾ വലിയ ചാടേണ്ടത്. ഉദ്ധവൻ ഇവരുടെ പുറകെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇവരുടെ കാലിന്റെ അടിയിലേക്ക് ഒരു വണ്ട് പറന്നുപോയി. ഞാൻ വിശദീകരിക്കുന്നില്ല. ബ്രഹ്മഗീതം എന്ന് പറഞ്ഞു ഭാഗവത്തിൽ വിസ്തരിച്ചിട്ടുണ്ട്. ആ വണ്ടിനെ നോക്കി ഉദ്ധവനോടാണ് ഈ വണ്ട് എന്നുള്ള സങ്കല്പത്തിൽ ഗോപികമാര് സംസാരിക്കുന്ന ഒരു ഭാഗം ഭാഗവത്തിലുണ്ട്. രുക്മിണി സ്വയംവരത്തിനൊക്കെ ഒരുപാട് മുമ്പ് അത് വരിക. അത് വിസ്തരിച്ച് നമുക്കൊന്ന് കേൾക്കണം. നമ്മുടെ കുട്ടികൾക്ക് അത് കേൾപ്പിച്ചു കൊടുക്കണം. ബ്രഹ്മഗീതം വണ്ടിനെ നോക്കി, ഒരു കൈ വണ്ടിന്റെ നേരെയാണെങ്കിൽ ഒരു കൈ ഉദ്ധവന്റെ നേരെയാണ്. ഈ കൈ ചൂണ്ടിയിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഈ ചൂണ്ടിയ കൈ അറിയാം ഉദ്ധവനോടുള്ളതാണ്. കാരണം വണ്ടിനെ നോക്കി ഒരു ഗോപിക പറയാണ്, അല്ലയോ വണ്ടേ, നിനക്കും നിന്റെ സ്വാമിക്കും ഒരേ സ്വഭാവമാണ്. ഓരോ പൂക്കളിലേക്ക് വരും, അതിന് ആവശ്യത്തിനകം തേൻ കുടിക്കും, അത് കഴിഞ്ഞ് ആ പൂവിൽ നിന്ന് അടുത്ത പൂവിലേക്ക് പോകും. പൂവിനെ ചിലപ്പോൾ വണ്ടിന് മറക്കാൻ സാധിക്കും, പക്ഷെ പൂക്കൾക്ക് ആ വണ്ടിനെ മറക്കാൻ സാധിക്കില്ലല്ലോ. വിസ്തരിച്ച് കേട്ടാൽ കരഞ്ഞു പോകും. ഇങ്ങനെയൊന്നല്ല, ഞാൻ അതിനൊന്ന് ലൈറ്റാക്കി പറഞ്ഞത്. ആ ഗോപികമാരുടെ ഭക്തി എന്താണെന്ന് അപ്പോഴാണ് ഉദ്ധവന് മനസ്സിലായത്. ഇവർ ചില്ലറക്കാരല്ല. ഓരോ വരിയും കേൾക്കുമ്പോൾ തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഈ ഞാൻ വലിയ സംഭവമാണ്, ഞാൻ ഗുരുവായൂരപ്പന്റെ ഏറ്റവും അടുത്ത ആളാണെന്നുള്ള ഭാവം ഇങ്ങനെ ചീട്ട് കൊട്ടാരം പോലെ തകരുന്നത് ഉദ്ധവൻ മനസ്സിലാക്കുന്നു. അഹന്തയുടെ അവസാനത്തെ അടയാളവും നശിച്ചു എന്ന് കാണുന്ന സമയത്ത് ഉദ്ധവൻ ഗോപികമാരെ നമസ്കരിച്ച് ചെയ്യുന്ന ഒരു പ്രവർത്തനം വൃന്ദാവനത്തിൽ കാണാം. ഇപ്പോഴും പോയാൽ അതിന്റെ ഭാഗങ്ങൾ ഭാഗവത്തിൽ ആ ശ്ലോകമുണ്ട്. ഏതാണ്? ഇത്ര നേരം ചാണകം വാരി നടക്കുന്ന കുട്ടിയോളെ, കുളിക്കാത്ത കുട്ടിയോളെ, വിദ്യാഭ്യാസം ഇല്ലാത്ത കുട്ടിയോളെ, വെറുതെ കുറെ പശുക്കളെ വേശി നടക്കുന്ന കുട്ടിയോളെ എന്ന് പറഞ്ഞു നടന്ന് അപമാനിച്ച അതേ ഗോപികമാരോട് കൈ കൂപ്പിക്കൊണ്ട് ഉദ്ധവൻ പറയാണ്, വന്ദേ നന്ദം പ്രജസ്ത്രീണാം പാദരേണു അഭീഷ്ണശം. അല്ലയോ ഗോപികമാരെ, നിങ്ങളുടെ കാലിന്റെ അടിയിലുള്ള പൊടി കൊണ്ട് എന്നെ ശുദ്ധനാക്കിയാലെന്ന് പറഞ്ഞ് മൂപ്പര് ഈ വൃന്ദാവനത്തിൽ കൂടെ കടന്നു ഉരുണ്ടു അത്ര അങ്ങോട്ടും ഇങ്ങോട്ടും. ഭഗവാന്റെ ഗുരുഭാവം എന്താണെന്ന് ഉദ്ധവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് ഗോപികമാരാണ്. എന്നാൽ ഭഗവാൻ സ്വയം പറഞ്ഞു കൊടുത്ത ആളാണ് അർജുനൻ. ആണ് വ്യത്യാസം. നമ്മൾ ഇവരെയൊക്കെ നമ്മുടെ ഇടയിലുള്ള ആൾക്കാരായിട്ട് കാണുക. ഞാൻ അങ്ങനെയാണ് എല്ലായിടത്തും സംസാരിക്കാറുള്ളത്. ഈ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് എവിടെയോ ഇരിക്കുന്ന ഒരാൾ, അർജുനൻ എന്ന് പറയുന്നത് എവിടെയോ ഇരിക്കുന്ന ആൾ, അങ്ങനെ വേണ്ട. നമുക്കിടയിലുണ്ട് ഇന്നും അർജുനൻ, ഇന്നും ഗുരുവായൂരപ്പൻ, ഇന്നും യുധിഷ്ഠിരൻ, ഭീമൻ ഒക്കെ നമ്മുടെ ഇടയിലുണ്ട്. ദുര്യോധനും കർണനൊക്കെ ഉണ്ട്. നമ്മൾ ഇവരെ ഈ കാലഘട്ടത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ, ഇന്നത്തെ പശ്ചാത്തലത്തിൽ കൊണ്ടു നിർത്തി ഭഗവാനിൽ നിന്ന് എന്ത് പഠിക്കണം, ഭഗവാന്റെ ഗുരുഭാവത്തിൽ നിന്ന് നമ്മൾ എന്ത് പഠിക്കണം, അത് നമുക്ക് വേണ്ടി മാത്രം പഠിക്കാനല്ല, വരുന്നതാ ഈ മോനെ പോലുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കൂടി വേണം ഭഗവാന്റെ ഗുരുഭാവം മനസ്സിലാക്കാൻ. പാർത്ഥസാരഥി എന്ന് പറയുന്നത് കയ്യിൽ ചമ്മട്ടി പിടിച്ച് വെറും കുതിരകളെ അങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളല്ല. അങ്ങനെ കരുതരുത്. നിങ്ങളങ്ങനെ കരുതില്ല എന്ന് എനിക്കറിയാം. ഒരു കുഞ്ഞു സ്കൂൾ കുട്ടി പണ്ട് സ്കൂളിൽ പഠിച്ചിരിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ക്ലാസ് ടീച്ചർ ഓരോ കൂട്ടുകാരോടും ചോദിച്ചു, ഉത്തരം നിങ്ങൾക്ക് എന്താവാനാ താല്പര്യം എന്നല്ല. ഓരോരുത്തരും പറഞ്ഞു, എനിക്ക് എഞ്ചിനീയർ ആവണം, എനിക്ക് ഡോക്ടർ ആവണം, എനിക്ക് പോലീസ് ആവണം. ഈ കുട്ടിയുടെ അടുത്ത് മാത്രം എത്തി. കുഞ്ഞു കുട്ടിയാ, ഒരു ബോധമല്ലേ അതിന്, ചെറിയ കുട്ടിയാ. മോനോട് ചോദിച്ചു, മോനെ നിനക്ക് എന്താവാനാ താല്പര്യം? എന്താ പറഞ്ഞേ? എനിക്കൊരു കുതിര ഓടിക്കുന്ന ആളാവണം ടീച്ചറെ. എല്ലാവരും കളിയൊക്കെ ചെയ്തു. ഇതിനാണോ നീ പഠിക്കണത്? ഇതിനാണെങ്കിൽ നീ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ? ടീച്ചർ ഉൾപ്പെടെ
കുട്ടി കരഞ്ഞു. വീട്ടിൽ ചെന്നപ്പോൾ അമ്മ കുട്ടിയുടെ മുഖം പാടിയത് കണ്ടു. എന്തിനാ മോനെ മുഖം പാടിയിരിക്കുന്നത്? പറഞ്ഞില്ല അതൊന്നും. നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു, അമ്മേ എന്നോട് ചോദിച്ചു ടീച്ചർ എന്താവാനാ താല്പര്യം. ഞാൻ പറഞ്ഞു കുതിര ഓടിക്കുന്ന ആളായ മതി. ഇത്ര വലിയ തെറ്റാണോ? അമ്മ കുട്ടിയെ കെട്ടിപ്പിടിച്ച് കുറെ ഉമ്മ കൊടുത്തിട്ട് നീ ഇങ്ങനെ ഉത്തരം പറഞ്ഞല്ലോ മോനെ എന്ന് പറഞ്ഞു. കൈ പിടിച്ചു. അങ്ങനെ കൊണ്ടായി പൂജാമുറിയുടെ വാതിൽ തുറന്നു കാണിച്ചു കൊടുത്തു. ഭഗവാൻ പാർത്ഥസാരഥിയായിട്ട് കുതിര ഓടിക്കുന്ന ചിത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. ഇതേപോലെ ഒരു കുതിരക്കാരൻ നീ ആയാ മതി തന്നെ പറഞ്ഞു. എത്ര പറഞ്ഞു? ആളുടെ കഥ വിവേകാനന്ദൻ, സാക്ഷാൽ സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു ഈ കുതിരപ്പുറത്തിരിക്കുന്ന ആള് വെറും കുതിര ഓടിക്കുന്ന ആളല്ല, ഗുരുവാണ്. അതുകൊണ്ട് അദ്ദേഹം ആരായിട്ട് മാറി? ആത്യന്തികമായിട്ട് ലോകത്തിന് മുഴുവൻ ഗുരുനാഥനായിട്ട് മാറി. പാർത്ഥസാരഥിയുടെ നാട്ടിൽ താമസിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ സനാതന ധർമ്മത്തെ വരും കാലത്തെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഗുരുനാഥന്മാരായിട്ട് മാറണമെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും പാർത്ഥസാരഥികളായിട്ട് മാറണം. ഇന്നത്തെ കാലഘട്ടം അത് ആവശ്യപ്പെടുന്നു. നിങ്ങൾക്ക് രണ്ട് ചോയ്സുകൾ തരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. രണ്ടും നല്ല ഓപ്ഷൻ. ഏതർ യു ക്യാൻ ബി ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അർജുനൻ. ഇഷ്ടമുള്ളതാവാം. രണ്ടായാലും ഒരേ സ്ഥലത്തിന് എത്തുള്ളൂ. ഒന്നെങ്കിൽ അർജുനാവുക അല്ലെങ്കിൽ കൃഷ്ണനാവുക. ഇത് രണ്ടും അല്ലാതെ ആയി പോകുന്നു നമ്മൾ എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അപകടം. പ്രത്യേകിച്ച് വരുന്ന തലമുറയിലുള്ള കുട്ടികൾക്ക് ഗുരുഭാവം എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, നമുക്ക് മാത്രം ആന്തരികമായിട്ടുള്ള മാറ്റം ഉണ്ടാവാനല്ല, വരുന്നൊരു തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനാണ്. കഴിഞ്ഞ ദിവസം ഞാനത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, കേട്ട ആൾക്കാർ ക്ഷമിക്കുക. തിരുവനന്തപുരത്ത് അതാ നാളെ വീണ്ടും അങ്ങനെ തന്നെ പോകണം. എനിക്ക് പേടിയാണ് നാളെ എനിക്ക് എന്തൊക്കെ ഉണ്ടാവാൻ പോണേ. ഭഗവാന്റെ സ്വർഗാരോഹണം വിശദീകരിക്കുക. കേട്ടിരുന്നോ നിങ്ങളത്? കേട്ടോ? എനിക്ക് തീരെ താല്പര്യമില്ല. ഞാനും ഈ ഭഗവാന്റെ മായയിൽ പെട്ട് നിൽക്കുന്ന ആളാണ്. എനിക്ക് വിശ്വാസമുണ്ട്. ഭഗവാൻ ഈ ഭൂമിയിൽ നിന്ന് പോയി എന്ന് പറയാൻ നമുക്ക് ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. കൃഷ്ണൻ വന്നു എന്ന് പറയാൻ വലിയ സന്തോഷമാണ്. കൃഷ്ണൻ പോയി, അയ്യോ അത് വേണ്ട. മത്സ്യമായപ്പോഴും കൂർമ്മ ആയപ്പോഴും വരാഹായപ്പോഴൊന്നും വന്നതും പോയതും നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. നരസിംഹ ആയപ്പോൾ ഭഗവാനെ സ്തുതിച്ചു, പോയി തരണേ ഭഗവാനെ, ഇങ്ങനെ കാണാൻ വയ്യ. ശ്രീരാമസ്വാമി ആയി പോയപ്പോഴൊക്കെ ഭഗവാൻ അനുഭവിച്ച വിഷമങ്ങൾ നിങ്ങൾക്ക് അറിയാം. പക്ഷെ കൃഷ്ണൻ പോയി എന്ന് പറയുമ്പോൾ മാത്രം എവിടെ നിന്നില്ലാത്തൊരു വിഷമം. നമ്മൾ ഭഗവാന്റെ മായം പെട്ടി കിടക്കുന്നുണ്ട്. അത് ഞാൻ വിചാരിക്കുന്നത് ഭഗവാൻ ആ മായ എൻജോയ് ചെയ്യുന്നുണ്ടെന്നാണ്. ഭഗവാന്റെ ആ രൂപത്തിൽ കുടുങ്ങി കിടക്കുന്ന മായ കുറച്ച് കാലം ഇങ്ങനെ കിടക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് മാറിയാൽ മതി. അപ്പൊ ഭഗവാൻ ഈ സ്വർഗാരോഹണം പറയാൻ വലിയ വിഷമമായതുകൊണ്ട് നിർബന്ധിച്ച് പറയുകയാണ് ചെയ്യുക. പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞു, ഈ ദ്വാരകയുടെ നാശത്തിന് ശേഷം യാദവന്മാർ പരസ്പരം തമ്മിൽ തല്ലി മരിച്ചതിന് ശേഷം ഭഗവാന്റെ ഏട്ടൻ ബലഭദ്രസ്വാമി തന്റെ ആ വിശേഷപ്പെട്ട രൂപമായിട്ടുള്ള ആദിശേഷങ്ങളിലേക്ക് തിരിച്ചു പോയതിനു ശേഷം ഭഗവാൻ വനത്തിലേക്ക് പോയി സ്വരൂപത്തെ ധ്യാനിച്ചു. ആ സമയത്ത് അതുവഴി നിഷാദൻ, ഒരു കാട്ടാളൻ വന്നു. അദ്ദേഹം ഭഗവാന്റെ പാദങ്ങൾ കണ്ട് അതിന് മാൻകുട്ടിയാണെന്ന് കരുതി ആ പാദത്തിലേക്ക് അമ്പ് ചെയ്തു. അങ്ങനെ വേടന്റെ അമ്പ് കൊണ്ട് ഭഗവാൻ സ്വധാമത്തിലേക്ക് തിരിച്ചുപോയി. ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ഉടനെ തപ്പനേക്കാട്ടിലും 3 വയസ്സ് കൂടുതലുള്ള കുട്ടികൾ 2 പേര് എണീറ്റ് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ വേടച്ചേട്ടൻ അങ്ങനെ ചെയ്യില്ല. അത്രേ ഉള്ളൂ. ഈ കുട്ടികളെ സനാതന ധർമ്മത്തിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരായിട്ട് നിങ്ങൾ ഓരോരുത്തരും ഇനിയുള്ള കാലം മാറിയില്ലെങ്കിൽ ഈ കുട്ടികൾ ചെന്ന് പോയി പെടുന്ന അവസ്ഥയാണ് ഞാൻ സൂചിപ്പിച്ചത്. തമാശ പറഞ്ഞല്ല. ഗുരുഭാവത്തിലേക്ക് ഭഗവാനെ കാണാൻ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ പഠിച്ചേ പറ്റും. ഈ സനാതന ധർമ്മത്തിന്റെ വിശേഷം ഉണ്ടല്ലോ, എന്ത് മുമ്പുണ്ടായിരുന്നു, ഇന്നുണ്ട്, നാളെ ഉണ്ടായിരിക്കും, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ നാളെ ഉണ്ടായിരിക്കുന്നതിന് നല്ല ബലം വേണം, ഇന്നത്തേക്കാൾ ബലം വേണം. അതിനെന്ത് വേണം? കൃത്യമായിട്ടുള്ള ആധ്യാത്മിക വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഇതാ വരാൻ പോകുന്നു ഡിസംബർ 1-ാം തീയതി ഗുരുവായൂർ ഏകാദശി എന്ന് മാത്രം പറഞ്ഞതിന് ചെറുതാക്കും. എന്താ യഥാർത്ഥത്തിൽ ഗുരുവായൂർ ഏകാദശിയുടെ പ്രാധാന്യം? എന്താ ശേഷം? ഗുരുവായൂരപ്പന്റെ പ്രതിഷ്ഠ ഉണ്ടായ ദിവസം. ഓ ആയിക്കോട്ടെ. ഭഗവാൻ ഭൂമിയിലേക്ക് ഭഗവാനെ കാണാനായിട്ട് എല്ലാ തരത്തിലുള്ള ദേവതമാരും വന്ന് അനുഗ്രഹം വാങ്ങുന്ന ദിവസം ആയിക്കോട്ടെ. ഗുരുവായൂരപ്പന്റെ നട ഗുരുവായൂർ 56 മണിക്കൂർ അടയ്ക്കാണ്ട് തുറന്നു നടക്കുന്ന ദിവസം ആയിക്കോട്ടെ. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മറന്നു പോകുന്നൊരു ദിവസമുണ്ട്. എന്താ? ഗീതാ ദിനം. എന്തുകൊണ്ടത് പറയാൻ പറ്റുന്നില്ല? ഭഗവാൻ അർജുനന് ഗീത ഉപദേശ ദിവസമാണ് ഗുരുവായൂർ ഏകാദശി. ഇത് മാത്രം മാറ്റി വെച്ചിട്ട് ഗുരുവായൂരപ്പന്റെ പ്രതിഷ്ഠ നടന്നു, ഗുരുവായൂർ അമ്പലം 56 മണിക്കൂർ തുറക്കും. എന്താണ് കാര്യം? 56 മണിക്കൂർ തുറന്നാൽ ഭഗവാനെ പോയി കാണുമ്പോൾ ആ ഭാഗത്ത് എവിടെയെങ്കിലും ഗുരുവായ ഭഗവാനെ എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ?
അത് തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്. ഭഗവത്ഗീത എന്ന് പറയുന്നത് ഭഗവാൻ അർജുനന് മാത്രം കൊടുത്തൊരു ക്ലാസ് അല്ലല്ലോ. ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ റിലീജിയസ് ടെക്സ്റ്റ് ബുക്ക് ഓൾസോ. അതൊരു എന്താ പറയുക, ഒരു മതത്തിന്റെ മാത്രം ഗ്രന്ഥമാണെന്ന് പോലും കരുതാൻ പറ്റാത്ത അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ആരത് പഠിക്കാത്തത്? കഴിഞ്ഞ ദിവസം പാവം ആ വൈക്കം വിജയലക്ഷ്മി ചേച്ചി ഏതോ ഒരു ഇന്റർവ്യൂ, ഏതൊരു സ്റ്റേജ് പ്രോഗ്രാമിൽ, എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് ഏതോ പരിപാടിയാണ്, ഗവൺമെന്റിന്റെ പരിപാടിയിൽ കുട്ടികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവത്ഗീത കൂടെ പഠിക്കണം എന്ന് മാത്രമേ പാവം ചേച്ചി പറഞ്ഞുള്ളൂ. അതിന് അതിന്മ കേൾക്കാത്ത ചീത്തല്ല. എന്തിന്? ഭഗവത്ഗീത പഠിക്കണോ എന്ന് പറഞ്ഞാണോ? ഈ പറഞ്ഞ മറ്റേ ഞങ്ങളുടെ വേടൻ ചേട്ടൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞതിന് യാതൊരു പ്രശ്നമില്ല. ഭഗവത്ഗീത പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതെന്തോ വലിയ ബുദ്ധിമുട്ട്. ഭാഗവതം എങ്ങനെയാണോ ഭഗവാന്റെ സ്വരൂപമായിരിക്കുന്നത്, അതുപോലെ ഭഗവാന്റെ ജ്ഞാനസ്വരൂപമായിരിക്കുന്ന ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഗീത പഠിക്കുന്നതിന് മുമ്പ് പോയി ഫുട്ബോൾ കളിച്ചിട്ട് വാങ്ങാൻ വിവേകാനന്ദ സ്വാമി കുട്ടികളോട് പറഞ്ഞത്. നല്ല ഉരുക്ക് ശക്തിയുള്ള പേശികളും ശരീരമൊക്കെ ഉണ്ടാവട്ടെ, ഗീത പഠിച്ചിട്ട് അധ്വാനിക്കാനുണ്ട്. അപ്പൊ ഭഗവാന്റെ ഈ അറിവിന്റെ സ്വരൂപം തെളിഞ്ഞു കാണാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നോക്കൂ, ഭഗവാൻ തന്നെ അത് പറഞ്ഞ് ഭഗവാൻ തന്നെ തെറ്റിച്ചു. അതെനിക്ക് ഭഗവാനോട് വിയോജിപ്പുണ്ടെങ്കിൽ പോലും കൃഷ്ണാവതാരം നടക്കുന്ന സമയത്ത് ദേവകിക്കും വസുദേവർക്കും ഭഗവാൻ ഈ ചതുർബാഹു രൂപത്തിലുള്ള ഉണ്ണിയായിട്ട് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട് ഭാഗവത്തിൽ. എന്താണ്? അമ്മേ, അച്ഛ, ഞാൻ നിങ്ങളുടെ മകനൊക്കെയാണ്, നിങ്ങൾ എന്നെ പുത്രഭാവത്തിൽ കാണുമ്പോഴും ബ്രഹ്മഭാവത്തിൽ ചിന്തിച്ചോളണം. എന്നിട്ട് യശോദയുടെ തെറ്റിയപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഇതൊക്കെ മറന്നു, എനിക്ക് കുട്ടിയായ മാത്രം മതി. ഭഗവാൻ തന്നെ വയലേറ്റ് ചെയ്തു. അത് വേറെ. കണ്ണന്റെ വായിൽ മുഴുവൻ ലോകങ്ങളും കണ്ട ആ കാഴ്ച ഭഗവാൻ മായ്ച്ചു കളഞ്ഞു. എന്തിന്? എന്നെ കുട്ടിയായിട്ട് മാത്രം അമ്മ കാണട്ടെ, എന്നാൽ എനിക്ക് കൂടുതൽ സ്നേഹം കിട്ടുള്ളൂ. അത് ഭഗവാന്റെ കോൺട്രഡിക്ഷൻ. ഭഗവാൻ അങ്ങനെ കുറെ കോൺട്രഡിക്ഷൻ കൂടെ കടന്നു പോയ ആളാണ്. നമുക്ക് ഭഗവാന്റെ ന്യായങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കണമെന്നില്ല. പക്ഷെ ആത്യന്തികമായിട്ട് ഭഗവാൻ അമ്മയ്ക്ക് പോലും കാണിച്ചു കൊടുത്തു ഞാൻ ആരാണെന്നുള്ളത് അല്ലേ. അർജുനൻ വിശ്വരൂപം കാണുന്നതിന് മുമ്പ് ഭഗവാൻ വിശ്വരൂപം കണ്ടുള്ള ആരാ? യശോദ. അർജുനൻ കണ്ടത് എന്താ? നമ്മൾ വിചാരം ഈശ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൃഷ്ണൻ ഇങ്ങനെ നിൽക്കണു, അതിന്റെ ബാക്കിൽ വേറൊരു കൃഷ്ണൻ നിൽക്കണു, അതിന് കുറച്ച് വലുപ്പം കൂടുതലുണ്ട്, അപ്പുറത്ത് കുറെ തല, ഇപ്പുറത്ത് കുറെ തല, അതിന്റെ ചില തലേന്ന് തീയും വെള്ളമൊക്കെ വരുന്നു. എന്താ യഥാർത്ഥത്തിലുള്ള വിശ്വരൂപം ഭഗവാന്റെ? ഒക്കെ സഹസ്രനാമം ചൊല്ലുന്ന ആൾക്കാരാ. ഓം വിശ്വം വിഷ്ണു വശത്കാരോ. ഈ കാണാവുന്ന വിശ്വം മുഴുവനാണ് ഭഗവാന്റെ വിശ്വരൂപം. കാണുന്നതിലൊക്കെ ഗുരുവായൂരപ്പനെ കാണുക എന്നുള്ളതാണ് വിശ്വരൂപ ദർശനം. ഇതിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ പാവപ്പെട്ട ആൾക്കാർക്ക് മനസ്സിലായില്ലല്ലോ എന്ന് കരുതി പാവ എഴുത്തച്ഛനെ എഴുതി വെച്ചു ഹരിനാമകീർത്തനത്തിൽ. എന്ത്? യാതൊന്നു കാണുന്നത് നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതത് നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതത് നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരി. ഇതിനേക്കാൾ വലിയ വിശ്വരൂപം എന്താണത്? യഥാർത്ഥത്തിൽ അർജുനൻ കണ്ടത് തന്നെയാണ് യശോദയും കണ്ടത്. നിങ്ങൾ വിചാരിക്കരുതേ വേറെ വേറെയാണെന്ന്. ഭഗവാൻ ഈ വായ തുറന്ന് കാണിച്ചപ്പോ യശോദ കണ്ടത് എന്താണ്? മുഴുവൻ പ്രപഞ്ചങ്ങളും, അതിലൊരു ഭൂഗോളം, അതിലൊരു ഭാരതം, അതിലൊരു ഉത്തർപ്രദേശ്, അതിലൊരു അമ്പാടി, അതിലതാ ഒരു ഉണ്ണിക്കണ്ണനും ഒരു യശോദ നിൽക്കുന്നു. ആ കണ്ണന്റെ വായ തുറന്ന് പിടിച്ചിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ വീണ്ടും ലൂപ്പ്. ഇതേ കാഴ്ചയാണ് യഥാർത്ഥത്തിൽ ആരും കണ്ടിട്ടുള്ളത്? അർജുനൻ കണ്ടിട്ടുള്ളത്. അല്ലാതെ ഭഗവാൻ ഈ കുറെ തലയുള്ള രൂപമല്ല കാണിച്ചു കൊടുത്തത്. എല്ലാത്തിലും ഉള്ളത് ഞാനാണ് എന്നുള്ള ഭഗവാന്റെ ആ രൂപം ഉണ്ടല്ലോ, അതാണ് അർജുനൻ കാണുന്നത്. അങ്ങനെയുള്ള അർജുനൻ പ്രതിഷ്ഠ വിഗ്രഹമാണ്. അതായത് ജ്ഞാനോപദേശം കിട്ടിയ, ഞാൻ അർജുനന്റെ ജീവിതത്തെ രണ്ട് ഭാഗമായിട്ട് മുറിക്കുകയാണെങ്കിൽ, ഒരു ഭാഗം എപ്പോഴാ? ഗീത ഉപദേശിച്ചതിന് ശേഷം, ഒരു ഭാഗം ഗീതയ്ക്ക് മുമ്പ്. നിങ്ങൾ ഭാഗം എടുത്തു നോക്കൂ. ഇന്നുണ്ട് അർജുനന്റെ പോലത്തെ മെന്റാലിറ്റി കാണിക്കുന്ന കുട്ടികൾ. എൻ്റെ നാട്ടിൽ നടക്കണ്ടായിരുന്നു, ഞാനത് പറയുകയും ചെയ്യും. ഇവിടെ പ്രതിഷ്ഠിച്ച ഈ പ്രതിഷ്ഠ നടത്തിയ ഭഗവാന്റെ തന്നെ സ്വരൂപമായിട്ടുള്ള അർജുനൻ എന്ന് പറയുന്ന വില്ലാളി വീരനായിട്ടുള്ള, മാധ്യമ പാണ്ഡവനായിട്ടുള്ള, ഗാന്ധീവധാരിയായിട്ടുള്ള അദ്ദേഹത്തിന് ഒരു പ്രശ്നം, ഒരു സൈക്കോളജിക്കൽ പ്രശ്നം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു മാനസികമായിട്ടുള്ള പ്രശ്നം. അതിനുള്ള മരുന്ന് ഗുരുവായൂരപ്പനെ കണ്ടെത്തിയത്. ഇന്നത്തെ കുട്ടികൾക്ക് അതുണ്ട്. കഴിഞ്ഞ ദിവസവും പല വാർത്തകളിലും കണ്ടു. എന്ത്? ഷാദയോഗം എല്ലാവർക്കും ഉണ്ട്. അതിനേക്കാൾ എനിക്ക് അപകടമായിട്ട് തോന്നുന്നത് ഈ ആത്മഹത്യാ പ്രവണത. ഭഗവാനായിട്ട് തന്നിട്ടുള്ള ഈ ജീവൻ ഭഗവാന്റെ അനുവാദം ഇല്ലാണ്ട്
ഭഗവാൻ നമ്മളെ ഏൽപ്പിച്ച കർമ്മങ്ങൾ തീരാതെ നമ്മുടെ കൈകൊണ്ട് തന്നെ നമ്മൾ അവസാനിപ്പിക്കുന്ന ഈ രീതി ഉണ്ടല്ലോ, അത് ആത്യന്തികമായിട്ട് പാർത്ഥസാരഥിയായിട്ടുള്ള ഭഗവാനോട് ചെയ്യുന്ന തെറ്റാ. അത് ഇന്നത്തെ കുട്ടികൾ വലിയ രീതിയിൽ കാണിക്കും. നിങ്ങൾക്ക് അർജുനന്റെ ജീവിതം എടുത്ത് പോയി കഴിഞ്ഞാൽ പല തവണ ആത്മഹത്യ ചെയ്യാൻ പോയതായിട്ട് കാണും. ഈവൻ ഗീത ഉപദേശിച്ചതിന് ശേഷം പോയി നോക്കൂ. ഗീത ഉപദേശിച്ചതിന് ശേഷമാണ് അർജുനൻ യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നത്, യുദ്ധം നടക്കുന്നത്, അഭിമന്യു കൊല്ലപ്പെടുന്നത് ഗീതയ്ക്ക് ശേഷമാണ്. അഭിമന്യു വധിച്ചു, അഭിമന്യുവിനെ ജയദ്രഥൻ കൊന്നു എന്നറിഞ്ഞ സമയത്ത് അർജുനൻ അപ്പ പ്രതിജ്ഞയാണ്. എന്ത്? നാളെ സൂര്യാസ്തമയത്തിന് മുമ്പ് ജയദ്രഥനെ കൊന്നില്ലെങ്കിൽ ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കും. ഭഗവാൻ ചക്രം കൊണ്ട് സൂര്യനെ മറച്ചു എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. പോട്ടെ, ഇതിപ്പോ അങ്ങനെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ടോ സന്താന ഗോപാലൻ കഥയുണ്ട് അല്ലെ? ഒരു ബ്രാഹ്മണൻ എല്ലാ വർഷവും ദ്വാരകയിലേക്ക് കുട്ടികളുടെ മൃതദേഹമായിട്ട് വരും. എന്നിട്ട് കരയും, ഇങ്ങനെ പോലുള്ള രാജാക്കന്മാരുള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ കുട്ടിക്ക് ഈ ഗതി വരുന്നത്. കഥകളിയിലൊക്കെ നല്ല ശ്ലോകങ്ങളൊക്കെ ഉണ്ട്. കൃഷ്ണൻ പോലും മിണ്ടാതിരിക്കുന്ന സമയത്ത് അർജുനൻ എനിക്ക് പറയുന്നു, അടുത്ത കുട്ടിയെ ഞാൻ നോക്കിക്കോളാം. താൻ ആരാന്ന് ചോദിക്കുമ്പോഴാ പറയാ, കൃഷ്ണനല്ല, രാമനല്ല, അനിരുദ്ധനല്ല, പ്രദ്യുമ്നല്ല, ഞാൻ മധ്യമമാണ്ടവനായിട്ടുള്ള അർജുനാണ്, ഞാൻ രക്ഷിക്കുന്നു പറഞ്ഞാൽ രക്ഷിക്കും. ബ്രാഹ്മണൻ പറഞ്ഞു, ഇതൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. ഇന്നസെന്റേട്ടൻ പറഞ്ഞ പോലെ ഇതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. തെളിവ് തരൂ, താൻ നീ രക്ഷിച്ചില്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? ഞാൻ തീ ചാടി മരിക്കും. ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ സന്താനഗോപാലം വായിക്കും. അടുത്ത കുട്ടിയെ രക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തീ ചാടി മരിക്കും. ആരാ പറഞ്ഞു? എപ്പോഴും ഈ ജീവൻ അവസാനിപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അതിന് ഭഗവാനാണ് കൃത്യമായിട്ടുള്ള ഉപദേശം കൊടുക്കുന്നത് അല്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് ഭഗവാൻ ഗീത ഉപദേശിച്ചിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ വിഷാദ രോഗത്തിന്റെ താങ്ങാൻ പറ്റാത്ത ഭാരം കൊണ്ട് ചിലപ്പോൾ അർജുന തീർത്തെടുത്ത് തന്നെ മരിച്ചു വിടാണ്. 3 തവണ ഇതേ കാര്യം ഉണ്ടാവണം. ഒരു തവണ അത് പ്രത്യക്ഷത്തിൽ കാണിച്ചില്ല എന്ന് മാത്രം. ജീവൻ അവസാനിപ്പിക്കാനുള്ള ഒരു പ്രവണത ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു അർജുനൻ. എന്നാൽ ഏറ്റവും അധികം ധീരതയുള്ള ആള്, ഒരു തർക്കമില്ലേ? പക്ഷെ എന്ത് ചെയ്തു നോക്കൂ, നമുക്കൊക്കെ ഉണ്ടാവുന്ന ഭാവമാണ്. അർജുനന് ഭഗവാന്റെ ഗുരുഭാവം മനസ്സിലാക്കി അർജുനൻ പറയുന്ന ഒരു വാക്ക് ഭാഗവതത്തിലുണ്ട്. ഭാഗവതം തുടങ്ങുക അങ്ങനെയാണ്. അർജുനന് പോലും ദ്വാരകയിലെ പെൺകുട്ടികളെ രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല കേട്ടോ, ഓർക്കണേ. ഭഗവാൻ അർജുനോട് പറയുന്നുണ്ട്, എന്റെ ദ്വാരക കടലെടുക്കും, അതിനു മുമ്പ് അവിടെയുള്ള ആൾക്കാരൊക്കെ മാറ്റി പാർപ്പിക്കുക, സ്ത്രീകളെ രക്ഷിക്കുക. അർജുനെ തോൽപ്പിച്ചിട്ട് കുറച്ച് ആൾക്കാർ പെൺകുട്ടികളെ കൊണ്ടുപോയി. അർജുനന് അമ്മ ചെയ്യാൻ പറ്റുന്നില്ല, ഗാന്ഡീവം പൊങ്ങുന്നില്ല. എന്തുകൊണ്ട്? ഭഗവാൻ പോയി. ഭൂമിയിൽ നിന്നുള്ള ചിന്ത അവരുണ്ടായിരുന്നു. ഇത്രയും നാൾ തന്റെ ധൈര്യത്തിന്റെ സൂചകമായി, അടയാളമായി കയ്യിൽ പൊക്കി പിടിച്ചുകൊണ്ടുകൊണ്ടിരുന്ന ഗാന്ഡീവത്തെ ഊന്നുവടിയായിട്ട് കുത്തിയാണ് ഹസ്തനപുരിയിലേക്ക് നടന്നു വന്നത്. അവിടെ ചെന്നപ്പോ ഏട്ടൻ യുധിഷ്ഠിരൻ സിംഹാസനത്തിലിരിക്കുക. ആദ്യത്തെ വാചകം എന്താണെന്നറിയോ? ഏട്ടാ, നമ്മൾ വഞ്ചിക്കപ്പെട്ടു, നമ്മളോട് പറയാതെ ഭഗവാൻ പോയി. അഹോ വഞ്ചിതോഹം എന്ന് പറഞ്ഞ് തുടങ്ങും ഭാഗവതത്തിൽ. നമ്മളെ പറ്റിച്ചു, നമ്മളോട് പറയാണ്ട് പോയി. എന്നിട്ട് പറയണത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഞാൻ ഇത്ര നാൾ കരുതി എന്റെ വീരത കൊണ്ട്, എന്റെ ഗാന്ഡീവത്തിന്റെ ബലം കൊണ്ട്, എന്റെ ദിവ്യാസ്ത്രങ്ങളുടെ ബലം കൊണ്ട് ഞാൻ യുദ്ധം ജയിച്ചു. അല്ല, ആ കൃഷ്ണൻ കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് എന്റെ പുരുഷത്വം എന്തെന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ? ആ ഗുരുഭാവം മനസ്സിലാക്കാൻ അർജുനന് സാധിച്ചു. അതുകൊണ്ട് ഭഗവാനാകുന്ന പാർത്ഥസാരഥി ആയിരിക്കുന്ന ഈ തിരുവാറന്മുളയപ്പന്റെ നാട്ടിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ ഗുരുഭാവത്തെ ഇനിയുള്ള നാളുകളിൽ ഘോഷിച്ചുകൊണ്ടേയിരിക്കുക. ഗുരു എന്ന ശബ്ദം കൊണ്ട് അർത്ഥാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നവൻ ആരോ അവനാണ് ഗുരു. എല്ലാ സമയത്തും ഭഗവാൻ ഇത് കാണിച്ചിട്ടുണ്ട്. ഭഗവാനാണ് പണ്ട് തിരുവിതാംകൂർ കൊട്ടാരത്തിൽ പോയ സമയത്ത് തമ്പുരാട്ടി പറഞ്ഞ വാചകമാണത്. ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും നല്ല സൈക്കോളജിസ്റ്റും കൗൺസിലറും, ദ ബെസ്റ്റ് ടീച്ചർ ഇൻ ദ വേൾഡ് എന്നാണ് പറഞ്ഞത്. ഏറ്റവും നല്ല ഗുരുനാഥൻ. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ശരികളെ പോലും അഡ്രസ് ചെയ്തിരുന്ന ഗുരുവായൂരപ്പനാണ് അന്ന് ജീവിച്ചിരുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കും. ഇന്നത്തെ കാലം നമ്മൾ ഇന്നത്തെ കുട്ടികൾ പറയുമല്ലോ, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് ഏട്ടാ, അങ്ങനെ പറയരുത്. അതിനെപ്പോലും അന്ന് അഡ്രസ് ചെയ്തിരുന്നു ഭഗവാനാണ്. ഇന്നത്തെ എത്രയോ 5000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു കൃഷ്ണൻ 2025 ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന
രാഷ്ട്രീയമായിട്ടുള്ള ശരികളെ അഡ്രസ് ചെയ്തിരുന്ന ആളായിരുന്നു. ഭഗവാൻ 10 വയസ്സാ അപ്പൊ പ്രായവും. അതാണ് അതിന്റെ ഏറ്റവും വലിയ രസം. വൃന്ദാവനത്തിൽ നിന്ന് മധുരയിലേക്ക് ഈ ധനുർയാഗം കാണാൻ വേണ്ടി വരുന്ന ഈ കുട്ടികളുണ്ടല്ലോ, ഇവര് കാട്ടിൽ കിടന്ന ആൾക്കാരാ, പാവങ്ങളാ. ഞാൻ പണ്ട് ലുലുമാൾ കാണാൻ പോയ പോലെ എന്റെ നാട്ടിൽ നിന്ന് എന്താ സാധനം അപ്പഴാ കാണുന്നത്. ഇങ്ങനെയൊക്കെ ചില സാധനങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ കയറി നിന്ന് ഇങ്ങനെ പോണ ഗോവണി ഉണ്ട്, ഇതൊക്കെ അപ്പഴാ മനസ്സിലാവും. ഇവർക്ക് ആകെ ഈ പശുക്കളെ കുറിച്ചും വൃന്ദാവനത്തെ കുറിച്ചും ഗോവർദ്ധനത്തെ കുറിച്ചൊക്കെ അറിയുള്ളൂ. അപ്പൊ മധുര നഗരം ഇങ്ങനെ കാണുന്ന സമയത്ത് ചുറ്റി കാണാനൊരു ശ്രമം നടത്തും. ഇപ്പൊ എവിടെന്നോ ഒരു കൂക്കിവിളി, എവിടെന്നോ ചില പരിഹാസങ്ങൾ ഇങ്ങനെ കേൾക്കുക അത്ര ഭഗവാൻ കൂട്ടുകാരും. അപ്പൊ ഒന്നും ഇങ്ങനെ കാതോർത്ത് നോക്കിയ സമയത്ത് കേട്ടത് ദേ കൂനി വരുന്നുണ്ട്, കൂനി വരുന്നുണ്ട്, കൂനി വരുന്നുണ്ട് എന്നാണ്. കൂനി, പുറകിൽ കൂനുള്ളവൾ, സൈലന്ത്രി എന്നാണ് അവളുടെ പേര്. അവളെ വിളിക്കുന്ന ഭാഗവത്തിൽ കുബ്ജ എന്നാണ്. എല്ലാരും കൂനി 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 എന്ന് വിളിച്ച് ഇങ്ങനെ കളിയാക്കുക. എന്ന പാവം കംസന്റെ കുറിക്കൂട്ട് തയ്യാറാക്കുന്ന ആളാണ്. ഇവർ രണ്ടുപേരും, ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ എന്നെ കളിയാക്കി ഇങ്ങനെ കയ്യടിക്കുക, ഞാൻ നിന്റെ നടുക്കൂടെ ഇങ്ങനെ നടന്നു വരുമ്പോഴുള്ള എന്റെ ട്രോമ ആലോചിച്ച് വെക്കും. ഇങ്ങനെ നടന്നു വരിക, രണ്ട് ഭാഗത്തും കൂനി എന്നുള്ള ശബ്ദം ഇങ്ങനെ ഉറക്കെ കേൾക്കുക. അതിനെയൊക്കെ ഭേദിച്ചുകൊണ്ട് ഉറക്കെ ഒരു ശബ്ദം കേട്ടു. എന്ത്? ആദ്യമായിട്ട് ആ കുട്ടിയുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കണേ സുന്ദരി. അങ്ങനെ വിളിച്ചു. ഇത്രയും നാള് കൂടി നിന്നിരുന്ന ആൾക്കാരൊക്കെ കൂനി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചപ്പോ ഒരു കുട്ടി, ഒരു 10 വയസ്സുകാരൻ കുട്ടി മാത്രം പറഞ്ഞു, സുന്ദരി നിന്റെ കയ്യിലുള്ള കുറിക്കൂട്ട് എനിക്ക് തരും. അത് മുഴുവൻ എടുത്ത് കൊടുത്തു. ഇത്രയും നാൾ ഞാനിതൊക്കെ ഉണ്ടാക്കി വെച്ചത് നിനക്കായിരുന്നു. ആ ദുഷ്ടൻ കംസന് കൊടുക്കേണ്ട അവസ്ഥ നീ ആലോചിച്ച് നോക്ക്. ഇന്നെങ്കിൽ നീ വന്നല്ലോ എന്ന് പറഞ്ഞ് കൊടുത്തു. എല്ലാവരും പരിഹരിച്ച ആളെ എന്തിന്റെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പറയുന്ന ഈ ശാരീരികമായിട്ടുള്ള അവശതകളെ കളിയാക്കുന്ന സ്വഭാവം ബോഡി ഷേവിംഗ് വിളിക്കും. അതിന് 5000 കൊല്ലം മുമ്പ് ഗുരുവായൂരപ്പൻ അഡ്രസ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഭഗവാനുള്ള ഗുരുഭാവം എന്താണ്. ഞാൻ ആധ്യാത്മികമായിട്ടുള്ള തലങ്ങളിലേക്ക് മാത്രമല്ല സഞ്ചരിക്കുന്നത്. സാധാരണ കുട്ടികൾക്ക്, ബ്രാഹ്മണ സ്ത്രീകൾക്ക് ഭഗവാൻ ഭക്ഷണം ചോദിച്ചു പോയ സമയത്ത് ഭഗവാൻ ജാതിയിൽ താണ ആളാണെന്ന് പറഞ്ഞ് ബ്രാഹ്മണ സ്ത്രീകളുടെ ഭർത്താക്കന്മാരെ ഓടിക്കുന്ന ഭാഗമുണ്ട് ഭാഗവത്തിൽ. പിന്നെ അവരെന്നെ ഒന്ന് നമസ്കരിക്കുന്നു. ഏതൊക്കെ കുലത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും നടുക്ക് ഭഗവാൻ ഇരിക്കുന്നു, ചുറ്റും കുട്ടികൾ ഇരിക്കുന്നു, എല്ലാവരും ഒരു പാത്രത്തിൽ കൈയിട്ട് ഭക്ഷണം കഴിക്കുന്നു. വൃന്ദാവനത്തിൽ നിന്ന് വനഭോജനം. എന്തൊക്കെയാണ് പഠിപ്പിക്കാത്തത്? ഗീത മാത്രം പഠിപ്പിച്ച ഗുരുനാഥനായിട്ട് ഭഗവാനെ കാണാതെ ഭഗവാന്റെ കുട്ടിക്കാലം മുതൽ ഭഗവാൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭാഗവതാചാര്യനാണ് വെള്ളിനേഴി ഹരികൃഷ്ണൻ. അദ്ദേഹം ഒരിക്കൽ വ്യാഖ്യാനിക്കേണ്ടായി, ഈ ഉണ്ണി ഏകദേശം ഒരു കാലൊക്കെ ഒന്ന് ഉറച്ചു നടക്കാറായി, ഒന്ന് കൈക്കൊക്കെ ബലം വന്ന സമയത്ത് ആദ്യം ചെയ്ത കുരുത്തക്കേട് എന്ന് പറയുന്നത് ഈ ഗോപസ്ത്രീകളുടെ വീട്ടിലൊക്കെ പോയി അവിടെ കെട്ടിയിട്ടിരുന്ന പശുക്കുട്ടികളെ കെട്ടഴിച്ചു കൊടുത്തേ. ഇവരെന്ത് ചെയ്യും? ഈ തള്ള പശുവിന്റെ അകിടിൽ പോയി ഉള്ള പാല് മൊത്തം കുടിക്കും. ഈ ഗോപസ്ത്രീകൾ കറക്കാൻ വരുമ്പോൾ ഒരു തുള്ളി പാലുണ്ടാവില്ല. അപ്പൊ ഇവരെല്ലാരും കൂടെ ഈ പശുക്കളെ പിടിച്ച് യശോദാമ്മയുടെ വീട്ടിലേക്ക് വരും. നോക്കൂ കണ്ണം ചെയ്തിരിക്കുന്നത്, ഈ പൈക്കുട്ടികളെ കഴിച്ചു വിടുക, ഞങ്ങളുടെ പാലില്ലാണ്ടേക്ക്, ഞങ്ങളുടെ ബിസിനസ് ഇല്ലാണ്ടേക്ക്, അത് എന്താ പരിപാടി? ഭഗവാന് സംസാരിക്കാനായിട്ടില്ല അത്ര ആ സമയത്ത്. ചെറിയ കുട്ടിയാണ്, 1-2 വയസ്സൊക്കെ പ്രായമുള്ളൂ. അപ്പോ ഇതിങ്ങനെ ശബ്ദം ഉണ്ടാക്കത്രേ, എന്തൊക്കെയോ ചില ആകൂകിന്നൊക്കെ. മഹാത്മാക്കൾ വ്യാഖ്യാനിക്കുന്നത് ഭഗവാൻ ആ ശബ്ദം ഉണ്ടാക്കിയിട്ട് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിനാണ് ഈ ഭൂമിയിൽ അവതരിച്ചത് അത്രേ. എന്തിന്? കെട്ടഴിച്ചു വിടാൻ. എല്ലാവരെയും ഈ ബന്ധനത്തിൽ നിന്ന് കെട്ടഴിച്ച് വിടാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിന്റെ ഒരു ചെറിയ ഡോസായിട്ട് കണ്ടാൽ മതി. ചെയ്ത ഓരോ കാര്യങ്ങൾക്ക് പുറകിലും കൃത്യമായിട്ടുള്ള ഗുരുഭാവം ഭഗവാൻ കാണിച്ചിരുന്നു. നോക്കൂ, അത് ഭഗവാനിൽ നിന്ന് ഭഗവാൻ പാർത്ഥസാരഥി എന്നൊക്കെ പറയുമ്പോൾ യുദ്ധം നടക്കുന്ന സമയത്ത് ഏകദേശം ഭഗവാൻ 80 വയസ്സ് പ്രായം കിട്ടും. അയ്യോ 80 വയസ്സിന് കൃഷ്ണോ, സങ്കല്പിക്കാൻ പറ്റില്ല. നമ്മുടെ ഫ്രെയിമിൽ ഒതുങ്ങുന്ന ആളല്ല ഗുരുവായൂർ. സെമന്തകം എന്ന് പറയുന്ന കുരുക്ഷേത്രത്തില്, സെമന്തകവഞ്ചകം എന്ന് പറയുന്ന കുരുക്ഷേത്രത്തിലേക്ക് ഗ്രഹണ സമയത്തിന് ശേഷമുള്ള ഈ സ്നാനത്തിന് പോകുന്ന ഭാവമുണ്ട് ഭാഗവത്തിൽ കേട്ടു. സൂര്യഗ്രഹണം കഴിഞ്ഞാൽ കുളിക്കണം. അപ്പൊ കുരുക്ഷേത്രത്തിലേക്ക് പോയി ഭഗവാൻ എല്ലാവരും കൂടെ ചേർന്ന്. 80 വയസ്സാണ് കൃഷ്ണ പ്രായം. അപ്പൊ ഭഗവാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ലോകത്തുള്ള ആൾക്കാരൊക്കെ അവിടെ വന്ന് തടിച്ചു കൂടിയിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ഒരു പ്രായമായ ഒരു അമ്മയും അതിനേക്കാൾ കുറച്ചൊന്ന് പ്രായം കൂടിയ ഒരു മുത്തശ്ശനും വടിയും കുത്തി ഇങ്ങനെ പിടിച്ചു വരുന്നുണ്ട്. ഈ 80 വയസ്സായ കൃഷ്ണൻ ഓടിപ്പോയിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ ഓർമ്മ ഉണ്ടോ? ദേവയ്ക്ക് പോലും ഭഗവാൻ അങ്ങനെ മനസ്സിലാക്കാൻ പെട്ടെന്ന് പറ്റിയില്ല എന്നാണ് ഈ കാരാഗ്രഹം തുറന്നു കൊടുത്തപ്പോൾ. പക്ഷെ അവർക്ക് രണ്ടുപേർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. എന്റെ കണ്ണാണ് വിളിച്ചത്. യശോദയും നന്ദഗോപുരം ഓർത്തോക്കണം.
80 വയസ്സുള്ള കൃഷ്ണനെ കണ്ട് യശോദയുടെ മാറിടം നനഞ്ഞു എന്ന് ഭാഗവതം പറയുന്നു. 80 വയസ്സുള്ള കൃഷ്ണനെ കണ്ടപ്പോ തന്റെ കുട്ടിയാണ് ഇപ്പോഴെന്ന് കരുതി ഒരു അമ്മയുടെ മാറിടം പാല് കൊടുക്കാനായിട്ട് നനഞ്ഞു. ആ കുട്ടിയാണോ വലുതാണോ എന്നുള്ളതൊന്നും കണക്കാക്കണ്ട. കുട്ടിയായപ്പോ ഭഗവാൻ പഠിപ്പിച്ചതാണ് വലുതായതിനേക്കാൾ കുറവ് നിങ്ങൾ പറയുന്നത്. ഒരു കുട്ടി നിങ്ങളോടൊരു സംശയം ചോദിക്കുമ്പോ ആ കുട്ടിയിലുള്ളത് ഗുരുവായൂരപ്പനാണെന്ന് മനസ്സിലാക്കാണ്ട് ആ കുട്ടിയെ ഈ ധർമ്മത്തിൽ നിന്ന് ദൂരേക്ക് പായിക്കുന്ന പ്രവണത ഇന്ന് പല ആളുകളും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് നിരവധിയായിട്ടുള്ള എക്സാമ്പിൾ അറിയാം. കർക്കിടക മാസത്തില് ഒരു അമ്മ വിളിച്ച് പറഞ്ഞൊരു അനുഭവം. പിറ്റേ ദിവസം കുട്ടിയുടെ സ്കൂളിൽ രാമായണം ക്വിസാണ്. അപ്പൊ ഇവരെന്ത് ചെയ്തു? ക്ലാസ് കഴിഞ്ഞ് വന്ന ഏകദേശം 4 മണി 4:30 ആയി. കുട്ടി ഹോംവർക്ക് ചെയ്തു, കുറച്ചു നേരം പോയി കളിച്ചു, മേല് കഴുകി, നാമജലമൊക്കെ കഴിഞ്ഞു, എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ നാളെ ക്വിസ് ഉണ്ടല്ലോ, എന്തെങ്കിലും എഴുതാലോ എന്ന് കരുതിയിട്ട് രാമായണം പുസ്തകം എടുത്ത് തുറന്ന് വായിക്കാൻ തുടങ്ങി. പുറകില് ആ ചേച്ചി എന്നോട് പറഞ്ഞത് കഴുത്തിന്റെ പുറകിലേക്ക് അടിച്ചു വ്യാസനം. ഇവിടെ ഭർത്താവിന്റെ അമ്മ എന്തിന്? സന്ധ്യക്ക് രാമായണം വായിച്ചത്, സൂര്യാസ്തമയത്തിന് ശേഷം രാമായണം വായിച്ചത്. എന്നിട്ട് പറഞ്ഞതോ, നീ ഹനുമാൻ സ്വാമിയുടെ സന്ധ്യാവന്ദനം മുടക്കിയില്ലണ ദുഷ്ട. ആ കുട്ടി ആ അടിയോട് കൂടി ധർമ്മത്തിൽ നിന്ന് എത്ര കിലോമീറ്ററുകളിലേക്ക് തെറിച്ചു പോയി നിങ്ങൾക്ക് അറിയും? എത്ര കിലോമീറ്റർ തെറിച്ചു പോയി? ഒരു കുട്ടി മെൻസസ് പീരീഡിലൂടെ കടന്നു പോകുമ്പോൾ നീ മാറി നിൽക്കുന്ന ഒരു കുട്ടിയോട് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ആ കുട്ടിയോട് ആത്മീയമായി ആ കുട്ടിയിലൂടെ വേണ്ടേ നിരവധിയായിട്ടുള്ള അർജുനന്മാരെയും അഭിമന്യുമാരെയും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ? ബഹുമാനിക്കുക അങ്ങനെ കുട്ടികളെ. അതൊക്കെ ചെയ്യാതെ എന്റെ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. നോ യൂസ്. ഭഗവാൻ പുച്ഛിക്കും അങ്ങനെയുള്ള ആൾക്കാരെ. ഭഗവാൻ മൂഢന്മാർ. അർജുനെ വിളിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് അത് പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആണ് ഭഗവാൻ വിളിച്ച ആ ഭാഗം. എങ്കിൽ പോലും നീ ആണുങ്ങളുടെ രൂപം വെച്ച് പെണ്ണുങ്ങളെ പോലെ പെരുമാറില്ല എന്ന് പറയുന്നത് ഗീതയുടെ ആദ്യത്തെ ഭാഗത്ത്. നപുംസകങ്ങളെ പോലെ പെരുമാറില്ലേ, ആണും പെണ്ണും കെട്ട പോലെ പെരുമാറില്ലേ എന്ന് പറയുന്നത് അർജുൻ്റെ. ആര്? ഭഗവാൻ. ആരോട്? ഇത്രയും കാലം തോള് കൈയിട്ട് ബെസ്റ്റ് ആയിട്ട് നടന്ന ആളോട്. നോക്കൂ, അങ്ങനെ പറയണമെങ്കിലൊക്കെയുള്ള ആ ഗഡ്സ്, ആ ഗുരുഭാവം എത്രത്തോളം ഉണ്ടാവും. എല്ലാ ഗുരുത്തക്കേടുകൾക്കും കൂടെ നിന്ന് എല്ലാ തരത്തിലുള്ള ഭഗവാന്റെ സീക്രട്ടും അറിയാവുന്ന ആളായിരുന്നു അർജുനൻ. എല്ലാം സുഭദ്രാഹരണം ഉൾപ്പെടെ ഭഗവാൻ അർജുനൻ ചേർന്ന പ്ലാൻ ചെയ്തു. അങ്ങനെയുള്ള ഒരു കൂട്ടുകാരൻ അടുത്ത കൂട്ടുകാരനെ ഉപദേശിക്കുമ്പോൾ വിളിക്കുകയാണ്, നീ എന്ത് സ്വഭാവത്തിലാണ് പെരുമാറുന്നത്? നോക്കൂ, കാർപ്പണ്യദോഷം. നമുക്കൊക്കെ ഉള്ള സാധനം എന്ത്? ചെയ്യണോ വേണ്ടയോ? ഇന്ന് വേണോ നാളെ മതിയോ? സഹസ്രനാമം വായിക്കുന്നത് നല്ലതാണെന്ന് പറയുമ്പോൾ ഇന്ന് വേണ്ട, നാളെ രാവിലെ മുതൽ വായിച്ചു തുടങ്ങാം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമുക്കുണ്ട് കാർപ്പണ്യദോഷം. അത് മാറ്റിയ ആളാ പാർത്ഥസാരഥി. വേണോ വേണ്ടയോ? എന്ത്? യുദ്ധം ചെയ്യണോ വേണ്ടയോ? സ്വജനസ്യ കഥം ഹത്വ സുഖിനസ്യാമ മാധവ. ഈ കണ്ട ആൾക്കാരെയൊക്കെ കൊന്നൊടുക്കിയിട്ട് കിട്ടുന്ന എന്തിനാണ് കൃഷ്ണ? ഇതാണ് ചോദ്യം. അതിനാണ് പറഞ്ഞു കൊടുക്കുന്നത് ഈ ഗീത. ഭഗവാനോട് തന്നെ സംസാരിച്ച ഒരു രംഗമാണ് യഥാർത്ഥത്തിൽ ഭഗവത്ഗീതയിൽ നമ്മൾ കാണുന്നത്. നമുക്കും നമ്മുടെ ഉള്ളിലുള്ള ഭഗവാനും നമ്മൾ തിരിച്ചറിയാതെ പോയിട്ടുള്ള നമ്മളാകുന്ന ഭഗവാനും തമ്മിലുള്ള സംവാദം, ഒരു ഗീത എപ്പോഴും സംഭവിക്കണം നമ്മുടെ ഉള്ളിൽ നിന്നാണ്. അപ്പോഴേ ഭഗവാന് ഗുരുഭാവം മനസ്സിലാവുന്നത്. അതിൽ വിശ്വരൂപം കാണുന്നത് എപ്പോഴാണ്? കാണുന്നവരിലൊക്കെ ഭഗവാനെ കാണുക ചെയ്യാൻ പറ്റണം. നോക്കൂ, ഗീതയുടെ അവസാനമല്ലല്ലോ വിശ്വരൂപം കാണും, അല്ല. ഗീതയുടെ ഇന്റർമീഡിയറ്റ് ആണ് വിശ്വരൂപം. ഗീതയുടെ ക്ലൈമാക്സ് അല്ല വിശ്വരൂപം. ഇടയിലാണ് കാണിച്ചു കൊടുക്കണം. എന്തിന്? കുറെ തിയറി പറഞ്ഞു, പ്രാക്ടിക്കലി കാണിച്ചു കൊടുത്തു, പിന്നെയും തിയറി പറഞ്ഞു. അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായി. നമ്മളിൽ പഞ്ചപാണ്ഡവന്മാരിൽ മനുഷ്യരോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആ ഭാഗം ഏതാന്ന് വെച്ചാൽ അർജുനാണ്. ജീവിതമാകുന്ന കുരുക്ഷേത്രത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷാദത്തിനടിമയായി നിൽക്കുന്നവർ നമ്മൾ ഓരോരുത്തരുമാണ് ആത്യന്തികമായിട്ടെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. ആ വിഷാദ രോഗത്തിനുള്ള ഒരു മരുന്നാണ് ഗീത. അത് ഭഗവാൻ സ്വയം പറഞ്ഞോളൂ. ഇതേ വിഷാദ രോഗം അനുഭവിച്ച മറ്റൊരാളുകൂടി ഉണ്ട്. ആരോട് പറയാണ്ട് അവിടുന്ന് പോകുന്നത് ശരിയല്ല. ആരാത്? യുദ്ധം കഴിഞ്ഞു, കിരീടോദ്ധാരണമൊക്കെ കഴിഞ്ഞു, സിംഹാസനത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ധർമ്മപുത്ര ഒരു ദിവസം രാത്രി ഭഗവാനെ വിളിച്ച് പറയുന്ന ഭാഗമുണ്ട്. കൃഷ്ണ, എനിക്ക് ഈ സിംഹാസനം വേണ്ട. ഇതിന്റെ മോളിൽ കയറിയിരിക്കുന്ന സമയത്ത് എൻ്റെ കാല് നനയുന്നു, എൻ്റെ സഹോദരന്മാരുടെ ചോര ഒലിച്ചു വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. എൻ്റെ തുകൽ ചെരുപ്പിനുള്ളിലൂടെ എൻ്റെ അനുജനായിട്ടുള്ള നിരവധിയായിട്ടുള്ള പാണ്ഡവരുടെ രക്തം, അർജുനന്റെ മകനായിട്ടുള്ള അഭിമന്യുവിന്റെ രക്തം
എന്തിനധികം പറയണോ, എന്റെ ജ്യേഷ്ഠനായിട്ടുള്ള കർമ്മ രക്തം. ഇതൊക്കെ എന്റെ കാലിന്റെ അടിയിലൂടെ വന്ന് എനിക്കിങ്ങനെ നനയണ സമയത്ത് ഈ ജീവിതം തന്നെ എനിക്ക് മടുത്തു പോണു കൃഷ്ണ, ഈ സിംഹാസനം എനിക്ക് വേണ്ട, ഞാൻ ഇവിടുന്ന് പോവാണെന്ന് പറയുമ്പോൾ ഭഗവാൻ സ്വയം അർജുനനെ എങ്ങനെയാണോ ഉപദേശിച്ചത് അതുപോലെ ധർമ്മപുത്രൻ ഉപദേശിക്കുന്നുണ്ട്. പക്ഷെ ഭഗവാന്റെ ഉപദേശം കൊണ്ട് പോലും ധർമ്മപുത്രക്ക് നല്ല ബുദ്ധി തോന്നിയില്ല. അദ്ദേഹം ഒളിച്ചോടി പോകാൻ തോന്നിയതാണ് ജീവിതത്തിൽ നിന്ന്. അപ്പോഴാണ് ഭഗവാൻ രഥമൊക്കെ എടുത്ത്, മൂപ്പർക്ക് പിന്നെ വണ്ടി ഓടിക്കാൻ ആരുടെ ഹെൽപ്പ് വേണ്ടാത്തതുകൊണ്ട് ഓൺ ദ സ്പോട്ട് വണ്ടി എടുക്കുന്നു, കുരുക്ഷേത്രത്തിലേക്ക് പോകുന്നു. അവിടെ കിടക്കുകയാണ് ആര്? ഭീഷ്മ പിതാമഹൻ. അദ്ദേഹത്തോട് പറയുന്നു, ഇതാ അങ്ങയുടെ പൗത്രനായിട്ടുള്ള, അങ്ങയുടെ പേരക്കുട്ടിയായിട്ടുള്ള ഈ ദുഷ്യന് ജീവിതത്തിൽ നന്മ വരാൻ, ജീവിതത്തിൽ പോരാട്ടി ജയിക്കാനുള്ള ഉപദേശം കൊടുക്കൂ. അങ്ങനെ പറയണം. രാജധർമ്മങ്ങൾ ഉപദേശിച്ചു കൊടുക്കും. അപ്പം കൊടുത്താണ് എന്ത്? സഹസ്രനാമം. ചേച്ചിയൊക്കെ പറഞ്ഞു എനിക്ക് സന്തോഷമായി. ഇനി എനിക്ക് നിങ്ങളോടുള്ള ചോദ്യം, എന്തിനാണ് സഹസ്രനാമം ചൊല്ലുന്നത്? മോക്ഷം കിട്ടാനാണ് വ്യാസൻ. ആയിക്കോട്ടെ, അതിനു മുമ്പ് ഈ ജീവിതത്തിൽ എപ്പോഴൊക്കെ തളർന്നു പോകുന്നുണ്ടോ മനസ്സ്, അപ്പോൾ ആ മനസ്സിനെ പൂർവാധികം ശക്തിയോടുകൂടി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് സഹസ്രനാമം എന്ന് പറഞ്ഞ് നിങ്ങൾ കുട്ടികളോട് സഹസ്രനാമം ചൊല്ലാൻ പറയൂ. ഇന്നത്തെ കാലത്ത് ഒരു 7 വയസ്സുള്ള കുട്ടിയോട് നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലൂ എന്ന് പറയുമ്പോൾ ആ കുട്ടി പറയാണ്, അമ്മേ അച്ഛാ എനിക്കിത് ചൊല്ലിയ എന്താണ് കിട്ടുക? നിനക്ക് മോക്ഷം കിട്ടും കുട്ടി. ആരോടാ പറയണം? 6 വയസ്സായ കുട്ടിയോടെ. 6 വയസ്സായ കുട്ടിയോടെ പറഞ്ഞു, നിനക്ക് ധർമാർത്ഥ കാമോക്ഷം കിട്ടും. ഈ ജീവിതത്തിൽ നിനക്ക് വിജയിക്കാൻ സാധിക്കുന്ന ആ കുട്ടിയോട് പറഞ്ഞ് നിങ്ങൾ സഹസ്രനാമം ചൊല്ലാൻ പറയൂ. കുട്ടി ഗംഭീരമായിട്ട് ചൊല്ലും. അവൻ എപ്പോഴൊക്കെ ജീവിതത്തിൽ താണു പോകുന്നു അപ്പോഴൊക്കെ ഉള്ളിൽ ഓം വിശ്വം വിഷ്ണു വശക്കാരോ ഓട്ടോമാറ്റിക്കലി വരും. ഇത് വരാതെ പോകുന്ന നിരവധി കുട്ടികളാണ് അർജുനെ പോലെ ചിത ഒരുക്കി ചാടാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. അതിനാണ് സഹസ്രനാമം. ധർമ്മം അർത്ഥം കാമം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മോക്ഷം. പുരുഷാർത്ഥങ്ങളിൽ 4മതാണ് മോക്ഷം. ധർമ്മത്തിൽ ഊന്നിക്കൊണ്ട് അർത്ഥം ഉണ്ടാക്കി അതിൽ നിന്ന് കാമം അനുഭവിച്ച് എന്നിട്ട് മോക്ഷത്തിലേക്ക് പോയാൽ മതി. ആത്യന്തികമായിട്ടുള്ള മോക്ഷം മാത്രമല്ല, കുട്ടികൾക്ക് ഇന്നത്തെ നോക്കൂ, ഭഗവാൻ ഇത് പ്രത്യക്ഷത്തിൽ കാണിച്ചിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിലും അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം വേണം കുട്ടികൾക്ക് കൊടുക്കാൻ. ഒരിക്കൽ ഭഗവാൻ ഇതേ ഗുരുവായിരുന്നു, പാണ്ഡവരിരുന്ന് മദ്യപിക്കായിരുന്നു, ഇത്ര വട്ടം കൂടിയിരുന്നു. അപ്പൊ ഭഗവാൻ അങ്ങോട്ട് കയറി ചെന്നതാണ്. ഈ ചില ആളുകൾക്കുള്ളൊരു സ്വഭാവമാണ് ഇങ്ങനെയുള്ള ഈ ഏർപ്പാടിനൊക്കെ നിൽക്കുമ്പോൾ അവിടേക്ക് വന്നു കയറുന്ന ആളെ കൊണ്ട് എന്തെങ്കിലും ഒരു കലാപരിപാടി നടത്തിപ്പിക്കുക, ഒരു കവിത ചൊല്ല്, അങ്ങനെയൊക്കെ പറയും ചില ആൾക്കാർ. അവരുടെ ആ ഒരു എൻജോയ്മെന്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കലാവതരണങ്ങൾ നടന്നു കാണുന്ന ചില ആൾക്കാർക്ക് വലിയ താല്പര്യമാണ്. അപ്പൊ ഇത് ഭഗവാൻ പാവം ഇതൊന്നും അറിയാണ്ട് ഈ സദസ്സിന്റെ ഇടയ്ക്ക് കയറിപ്പോയപ്പോ അർജുനൻ ഭഗവാനെ കൈകൊട്ടി വിളിച്ചിട്ട് പവിത്രായി. അന്ന് മറ്റേ യുദ്ധഭൂമിയിൽ നിന്ന് ഒരു പാട്ട് പാടിയില്ലേ, അതൊന്ന് പാടും. ഏത്? ഭഗവത്ഗീതയിൽ. കള്ളു ഒട്ടിച്ചിരിക്കുന്ന സമയത്ത് ഭഗവാനോട് ഭഗവത്ഗീത ഒരു പാട്ടായിട്ട് ഞങ്ങൾക്ക് എന്റർടൈൻമെന്റിൽ പാടി തരണേ ഭഗവാനെ എന്ന് പറഞ്ഞ ആളാണ് അർജുനൻ. ഭഗവാൻ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയിത്രേ. അവിടെ കുട്ടികൾ പന്ത് കളിക്കുന്നുണ്ടായിരുന്നു, അവരുടെ കൂടെ കളിച്ചു. അപ്പോഴാ പെട്ടെന്ന് ക്ലിക്കായത്, ചെയ്ത് അപരാധമായി പോയി. പിന്നാലെ ഓടിപ്പോയിട്ട് മാപ്പ് പറഞ്ഞു, ഞാൻ പറഞ്ഞത് തെറ്റായി പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു ഭഗവാൻ പറഞ്ഞൊരു വാചകമുണ്ട്. അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്. ഇതേ ഭഗവാൻ പറഞ്ഞത്. അന്ന് പറഞ്ഞ ഞാനും അന്ന് കേട്ട നീയും ഇന്നില്ല. ഇന്നത്തെ ഞാൻ വേറെയാണ്, ഇന്നത്തെ നീ വേറെയാണ്. ഇന്ന് നിനക്ക് വേണ്ട ഉപദേശം ഞാൻ ഇപ്പൊ വീണ്ടും തരാന്ന് പറഞ്ഞ് അനുഗീത എന്ന് പറയുന്ന പ്രത്യേകമായിട്ട് ഗീത ഉപദേശിച്ചു. ഓരോ കാലഘട്ടത്തിലും അതിനനുസരിച്ചിട്ടുള്ള മാർഗങ്ങൾ തേടിക്കൊള്ളുക. എല്ലാം പണ്ടത്തേത് മാത്രമാണ് ശരി, ആ ഏർപ്പാട് ഭഗവാൻ പോലും അക്സെപ്റ്റ് ചെയ്യില്ല കേട്ടോ. ഒക്കെ പണ്ടത്തെ രീതി തന്നെ വേണേ, വേണ്ടത് അങ്ങനെ തന്നെ തുടരാൻ വേണം, മാറ്റേണ്ടത് മാറ്റം വേണം. ഭഗവാൻ അങ്ങനെ മാറ്റിയുള്ള ആളാണ്. 7 വയസ്സാണ്, രാവിലെ എണീറ്റ് വന്ന് കണ്ണൊക്കെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഗംഭീരമായിട്ടുള്ള ബഹളം. കുറെ ആൾക്കാർ ലഡ്ഡു ഉണ്ടാക്കണു, കുറെ ആൾക്കാർ പൂ പറിക്കണു, കുറെ ആൾക്കാർ മാല ഉണ്ടാക്കണു, കുറെ ആൾക്കാർ പശുവിനെ കുളിപ്പിക്കണു. ഭഗവാൻ ചോദിച്ചു, നിന്റെ പിറന്നാളാണോ? നഷ്ടവിരോഹിണിയൊന്നും അല്ലല്ലോ. അച്ഛനോട് പോയി ചോദിച്ചു, അച്ഛാ ഇന്ന് എന്താ വിശേഷം? ഇന്ന് നമുക്ക് പൂജ ഉള്ള ദിവസമാണ് കുട്ടി. ആരെയാ നമ്മൾ പൂജിക്കുക? നമ്മൾ ഇന്ദ്രനെയാണ് പൂജിക്കുക. അതെന്തിനാ അച്ഛാ ഇന്ദ്രനെ പൂജിക്കുന്നത്? നോക്കൂ, 7 വയസ്സുള്ള ഒരു കുട്ടി ചോദിച്ചു അച്ഛന്റെ മുഖത്ത് നോക്കിയിട്ട്, ഇന്ദ്രനെ എന്തിനാ പൂജിക്കുന്നത്? ഇന്ദ്രനാണ് മോനെ നമുക്ക് മഴ തരുന്നത്. നമ്മുടെ പശുക്കൾക്ക് വേണ്ട പുല്ലൊക്കെ ഗോവർദ്ധന പർവ്വതത്തിൽ ഉണ്ടാവാനുള്ള കാരണം
ഈ പറയുന്ന ഇന്ദ്രനാണ്. അപ്പൊ ഭഗവാൻ തിരിച്ചു ചോദിച്ചത് എന്താ? അങ്ങനെയാണെങ്കിൽ ഗോവർദ്ധനത്തെ അല്ലേ പൂജിക്കേണ്ടത്? ഗോവർദ്ധനാണ് നമുക്ക് വേണ്ട മഴ തരുന്നത്, നമ്മുടെ കാലുകൾക്ക് വേണ്ട തീറ്റ കൊടുക്കുന്നത്, നമുക്ക് വേണ്ടിയിട്ടുള്ള വിറക് തരുന്നത്, ഇതൊക്കെ തരുന്നത് ഗോവർദ്ധനാണ്. പിന്നെ ഇന്ദ്രനെ പൂജിക്കേണ്ട നമുക്ക് എന്തുകൊണ്ട് ഗോവർദ്ധനത്തെ പൂജിച്ചുകൂടാന്ന് ചോദിച്ചൊരു കൃഷ്ണൻ നമ്മുടെ മുമ്പിലുണ്ട്. ആ കൃഷ്ണന് ഗുരുഭാവുണ്ട്. ആ ഗുരുഭാവം കേട്ട് മാറാൻ തയ്യാറായ ഒരു നന്ദഗോപരുണ്ട്. ഇന്ന് നമുക്ക് കൃഷ്ണനുണ്ട്, പക്ഷെ നന്ദഗോപന്മാരില്ലാണ്ടായി പോയി. ഒരു കുട്ടി പറയുന്ന കേൾക്കുമ്പോൾ ഇറ്റ്സ് നോൺസെൻസ് എന്ന് പറഞ്ഞാൽ അവനെ തള്ളിക്കളയുന്ന കുട്ടികളായിട്ട് ആൾക്കാരായിട്ട് നമ്മൾ മാറിപ്പോയി. അതിനെന്ത് വേണം? അവൻ പറയുന്ന കാര്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ദൗർഭാഗ്യവശാൽ ആധ്യാത്മികമായിട്ടുള്ള വിദ്യാഭ്യാസം നമുക്ക് വളരെയധികം കുറവാണ്. സപ്താഹം കേട്ടിട്ട് പോലും ഇങ്ങനെയുള്ള പല പ്രയാസങ്ങളും നേരിട്ട ആൾക്കാർ എന്നെ എനിക്ക് സംസാരിച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞത് ഒരു അമ്മ പാവം 3 ദിവസം കുട്ടി ഗംഭീരമായിട്ട് സപ്താഹത്തിന് പോയി ഭാഗവതം കേൾക്കാൻ. 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം കൃഷ്ണാവതാരാണ്. നരസിംഹാവതാരം കഥ കേട്ടപ്പോൾ പിന്നെ കുട്ടി സപ്താഹത്തിന് പോണില്ല. അത്ര ഇത്രയും ദിവസം വലിയ ആവേശമായിരുന്നു, അമ്മയെ വിളിച്ചുകൊണ്ടുവരുന്ന കുട്ടിയായിരുന്നു. അപ്പൊ ചോദിച്ചു, എന്താ മോനെ ഇത് മാത്രം നീ വരാത്ത? അപ്പൊ ആദ്യം കുട്ടി പറഞ്ഞില്ല, അതൊന്നും അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവസാനം ആ കുട്ടി പറഞ്ഞു അത്രേ, ഇന്നലെ ആചാര്യൻ പറഞ്ഞിട്ടുണ്ട് തൂണിലും തുരുമ്പിലും ഈശ്വരനുണ്ട്, പിന്നെ എന്തിനാ അമ്പലത്തിൽ പോണത്? അങ്ങനെ ഒരു കുട്ടി നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അമ്മേ, അച്ഛാ, തൂണിലും തുരുമ്പിലും ഈശ്വരനുണ്ടല്ലോ, പിന്നെ എന്തിനാ നമ്മൾ അമ്പലത്തിൽ പോണത്? എന്റെ നാട്ടിലാണെങ്കിൽ പറയും, കുരുത്തം കെട്ട ചെക്ക ഇമ്മാതിരി ചോദ്യം ചോദിച്ചാൽ വൈകുന്നേരം കഞ്ഞി കിട്ടില്ല. അതോടുകൂടി ആ കുട്ടി എന്തായി? എന്റെ ഈ ധർമ്മം എന്ന് പറയുന്നത് എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാത്തൊരു സ്ഥലമാണ്, ഇതിനോട് ഞാൻ ഐക്യപ്പെടേണ്ടതില്ല എന്നുള്ള നിലപാടിൽ ആ കുട്ടി എത്തുന്നു. തെറ്റു പറയാൻ പറ്റൂ? ആരുടെ തെറ്റാണ്? ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ആധ്യാത്മിക വിദ്യാഭ്യാസം നമുക്ക് ഇല്ലാണ്ടായി പോയി. ക്ഷേത്രത്തിലിരിക്കുന്ന വിഗ്രഹത്തിൽ ഈ പ്രപഞ്ചത്തിലിരിക്കുന്ന മുഴുവൻ ചൈതന്യത്തെ വിഗ്രഹഭാവത്തിൽ ആവാഹിച്ചു വെച്ചിരിക്കുന്നുണ്ട്. നമുക്ക് എന്തിനൊരു ഉപാധി വേണം? മധുരം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവാതിരിക്കുകയും പഞ്ചസാര കഴിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്ന ആ ഉപാധി, പഞ്ചസാര എന്ന് പറഞ്ഞ ഉപാധി ഉള്ളത് കൊണ്ടാണ്. അതുപോലെയാണ് അമ്പലം എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. അങ്ങനെ പറ്റാത്തവർക്കുള്ള കാലം ഭഗവാന്റെ ഗുരുഭാവം നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. അതുകൊണ്ട് ഈ ഏകാദശിക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 100 കുട്ടികളെ ഇവിടെ നിരത്തി ഇരുത്തിയിട്ട് സാസ്താവം ചൊല്ലിപ്പിക്കും. അതിന് ഇൻട്രൊഡക്ഷൻ എന്തായിരിക്കണം? മക്കളെ, ഇത് ചൊല്ലിയിട്ട് പണ്ട് യുധിഷ്ഠിരന് മോക്ഷം കിട്ടി അല്ല കേട്ടോ. യുധിഷ്ഠിരൻ ജീവിതത്തിൽ വീണ് പോയ സമയത്ത് യുധിഷ്ഠിരനെ കൊണ്ടുവന്നത് ഇതേ സഹസ്രനാമമാണ് ജീവിതത്തിലേക്ക്. നീ തിരിച്ചു വരണം ജീവിതത്തിലേക്ക് എന്നുണ്ടെങ്കിൽ നിനക്ക് ഇത് ഉപകാരപ്പെടുന്നു പറഞ്ഞ് കുട്ടികളെ കൊണ്ട് ചൊല്ലിപ്പിക്കും. ആ കുട്ടികൾ ഏതൊരവസരത്തിലും അത് മറക്കില്ല, ഓട്ടോമാറ്റിക്കായി ചൊല്ലിക്കോളും. ഏത് മറ്റേ ചൊല്ലലല്ല. നമുക്ക് നമ്മുടെ ഇന്നത്തെ പല സഹസ്രനാമങ്ങളും, എന്റെയൊക്കെ നാട്ടിൽ, ഞാൻ നിങ്ങളെല്ലാവരും അടച്ചാക്ഷേപിക്കുകയല്ല, പല ആളുകളും ചെയ്യുന്നത് ഓം വിശ്വം വിഷ്ണുവിൽ തുടങ്ങുന്നതും സർവപ്രഹരണായുധ കഴിയുന്നതും നമ്മൾ അറിയുന്നില്ല. ഒന്ന് കണ്ണടച്ച് വന്നപ്പോഴേക്കും സർവപ്രഹരണായുധ കഴിഞ്ഞു. അർത്ഥമറിഞ്ഞ് ഭഗവാന്റെ സഹസ്രനാമം ചൊല്ലുന്ന ഒരു കുട്ടി, ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, എന്തെങ്കിലും ഒരു ജീവിതത്തിൽ വിഷം വരുമ്പോൾ ഏത് ഹുക്കിനാണ് ഉറപ്പ് സാരി വലിക്കാനും നോക്കില്ല. എന്ത് കുത്തിവെച്ചാലാണ് കുറെ നേരം ബോധം പോവാന്നും ആലോചിക്കില്ല. അവന്റെ മനസ്സിൽ ഉറപ്പുണ്ടാവും, എന്ത്? ഭഗവാനുണ്ട്. ആ ഉറപ്പുണ്ടായി കൊടുക്കുക. അതിനെന്താണ്? ഭഗവാൻ ഗുരുവായിട്ട് കാണാൻ പറ്റുന്നത്. എല്ലാത്തിനും ഉള്ളത് ഗുരുവായിട്ടുള്ള ഗുരുവായൂരപ്പനാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. നമ്മുടെ കുട്ടികളൊക്കെ ഇന്ന് ഹനുമാൻ സ്വാമിയുടെ അവസ്ഥയാണ്. പല ആൾക്കാർ ജാംബവാനായിട്ട് നമ്മൾ അവരുടെ മുമ്പ് പോയി നിൽക്കാൻ നമുക്ക് സമയമില്ലാണ്ടായിപ്പോയി. നീ പണ്ട് ഇത്ര യോജന ചാടിയിട്ട് സൂര്യനെ എത്തിപ്പിടിക്കാൻ ശ്രമിച്ച ആളാണ്, നിനക്കാണോ ഈ ഒരു ചെറിയ ദൂരം പ്രയാസം എന്ന് ചോദിക്കാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം ജാംബവാൻ ഉണ്ടായിരുന്ന ജ്ഞാനം ആത്യന്തികമായിട്ട് നമ്മൾ ആരും നേടാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് പാർത്ഥസാരഥി ആയിരിക്കുന്ന ആ ഭഗവാന്റെ ആ ഗുരുഭാവത്തെ നമുക്ക് ഇനി ഇങ്ങനെ ഈ ലോകത്തിന് മുഴുവൻ ഇങ്ങനെ ഒരു വലിയ വെളിച്ചമായിട്ട് ലോകത്തിലേക്ക് മുഴുവൻ പടർത്താൻ നമുക്ക് സാധിക്കണം. ഭഗവാൻ ഈ ഓരോ രൂപം കളഭത്തിൽ എടുക്കുന്ന സമയത്തും ആത്യന്തികമായിട്ട് ആ രൂപത്തിനുള്ളിലുള്ള ഗുരുഭാവത്തെ കാണാൻ ശ്രമിക്കണം. ഭഗവാന്റെ രൂപം കണ്ട് എന്നല്ല ആമ എന്ന് പറയുമ്പോൾ കഴിഞ്ഞു, ഭഗവാനെ സന്തോഷിക്കും. വീണു, ഒരാളും കൂടെ വീണു, ആ മായയിൽ പെട്ടുപോയി. അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ഭഗവാനെ എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഇവനാള് കൊള്ളാലോ എന്ന് ഭഗവാൻ പറയുന്നത്. അത് ഭഗവാനെ കൊണ്ട് പറയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അത് അർജുനനെ കൊണ്ട് ഭഗവാൻ പറയിച്ചിട്ടുണ്ട്. അർജുന അല്ലെങ്കിൽ ഭഗവാനെ കൊണ്ട് പറയിച്ചിട്ടുണ്ട്, എങ്ങനെ വേണമെങ്കിലും പറയാം. അതും
എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നീ നോക്കൂ, ഭഗവാൻ തന്നെ സ്വയം നമ്മുടെ മുമ്പിലേക്ക് വന്ന് നമ്മുടെ ആ പ്രയാസങ്ങൾ നീ മാറ്റിത്തരുന്ന തരത്തിലേക്കും അത് മാറും. നോക്കൂ, ഭഗവാൻ ഒരു സമയത്ത് അർജുനോട് പറയുന്നത് എന്താ? ഉദ്ധരേതാത്മനാത്മാവെന്നാണ് അല്ലെ? നീ തന്നെയാണ് നിന്നെ ഉയർത്തേണ്ടത്. നീ തന്നെ നിന്നെ ഉയർത്തി നിന്റെ ഉള്ളിൽ ഞാൻ നിറച്ചിട്ടുള്ള ശക്തി ഉപയോഗിച്ച് യുദ്ധം ചെയ്യിക്കുക. ഇത് അർജുനൻ മറന്നുപോയി എന്ന് പറഞ്ഞ സമയത്താണ് ഭഗവാൻ രഥത്ത് ചാടി ഇറങ്ങി ചക്രം എടുത്ത് പൊക്കി ഭീഷ്മരെ കൊല്ലാൻ പോകുന്നത്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അത് ശരിക്കും ഒരു ടെസ്റ്റാണ് ശരിക്കും ഭഗവാൻ ആ ചെയ്യുന്നത്. ഒരു എന്താ പറയാ, നമ്മൾ ഈ കുട്ടികളൊക്കെ എന്താ ഏർപ്പാടിന് പറയാ, പെട്ടെന്ന് വന്ന് ക്ലാസ് ടെസ്റ്റ് എടുത്ത ഏർപ്പാടിന് എന്തൊരു പേര് വിളിക്കുമല്ലോ, സ്പോട്ട് എക്സാമിനേഷനോ എന്താ ഒരു പേരുണ്ടായില്ല. പെട്ടെന്ന് വന്നൊരു പരീക്ഷ, എല്ലാവരും ക്ലോസ് യുവർ ബുക്സ്, ഇന്ന് എക്സാം ആണ് കൊണ്ട് ടീച്ചർമാരൊക്കെ പെട്ടെന്ന് ക്ലാസ്സിൽ വരും. സർപ്രൈസ് ടെസ്റ്റ്, അതാണ് അതിന്റെ പേര്. ഞങ്ങളൊക്കെ പഠിക്കുമ്പോണ്ടായിരുന്നു. ഒരിക്കലും പറയില്ല നാളെ എക്സാം ആണെന്ന്. എല്ലാ ദിവസവും എടുക്കുന്നത് അന്നന്ന് പഠിക്കണം എന്നുള്ളതാണ് ന്യായം. അപ്പൊ ടീച്ചർ പെട്ടെന്ന് ക്ലാസ് ചെയ്തിട്ട് എന്ത് പറയും? ക്ലോസ് യുവർ ബുക്സ്, ഇന്ന് എക്സാം ആണ്. എന്താ അത്? സർപ്രൈസ് ടെസ്റ്റ്. ഇതുപോലെ താൻ പഠിപ്പിച്ചു കൊടുത്ത 18 അധ്യായം അർജുനൻ പഠിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കിയതാണ് ഭഗവാൻ ഈ ഭീഷ്മരെ കൊല്ലാൻ വേണ്ടി ചാടി ഇറങ്ങിയത്. ഇപ്പൊ കൊല്ലും ഭീഷ്മരെ, ഇനി എന്റെ കൈ കൊണ്ട് പിതാമഹനെ കൊല്ലണ്ടല്ലോ എന്ന് കരുതി അർജുനൻ എങ്ങനെ ഇരുന്നോ? ഇപ്പൊ കൊല്ലും ഇല്ലല്ലോ. ചാടി ഇറങ്ങിപ്പോയി മാധവ ചെയ്യരുത്, ഞാൻ കൊന്നോളാന്ന് പറഞ്ഞു. അതാണ് ആ ടെസ്റ്റ്. ഭഗവാൻ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇന്നൊക്കെ ഭഗവാൻ ചെയ്തോളും. അപ്പൊ വീണ്ടും ഞാൻ പറഞ്ഞല്ലോ, ഭഗവാൻ ചിരിക്കുകയാണ്. നമ്മളെ കൊണ്ട് ചെയ്യിക്കാനാണ് ഭഗവാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യാതെ വീണ്ടും വീണ്ടും നമ്മൾ ഭഗവാൻ ഇത് ചെയ്തു തരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാന്റെ ആ പരിഹാസം, ആ കാർപ്പണ്യ ദോഷം എന്ന് പറയുന്ന ദോഷത്തിലേക്ക് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അത് വീണ്ടും പോകുന്നുണ്ട്. അതുകൊണ്ട് സഹസ്രനാമത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട്, ഗീതയെ മുറുകെ പിടിച്ചുകൊണ്ട്, പാർത്ഥസാരഥിയായിരിക്കുന്ന ഭഗവാന്റെ ആ രൂപത്തെ നമ്മുടെ ഉള്ളിലേക്ക് നയിച്ചുകൊണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും പണ്ട് മുതലേ കേൾക്കുന്ന ഒരു സാധനമാണ് ഈ ഗീതയുടെ സന്ദേശം എന്ന് പറഞ്ഞിട്ട് പറയുന്ന കുറെ ക്ലീശ സാധനങ്ങളുണ്ട്. നീ ഇന്ന് നിന്റെ ആണെന്ന് കരുതുന്നൊന്നും നീ കൊണ്ടുവന്നതല്ല, കുറെ അതൊന്നും നിങ്ങൾ കരുതണ്ട. അതൊന്നും അല്ല ഗീതയുടെ സന്ദേശം. ഗീത സന്ദേശം എന്താണ്? എപ്പോഴും യുദ്ധസന്നദ്ധനായിട്ട്, ജീവിതത്തിൽ എപ്പോഴും പോരടിക്കാനുള്ള തയ്യാറെടുപ്പോട് കൂടി, എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും വീണു പോകില്ലെന്ന് കരുതി ഉറച്ച മനസ്സും ശരീരവുമായിട്ട് ജീവിതമാകുന്ന കുരുക്ഷേത്രത്തിൽ എണീറ്റ് നിൽക്കാനുള്ള അറിവാണ് ഗീത. അത്രേ ഉള്ളൂ, സിമ്പിൾ. നീ ഇപ്പൊ അവസാനിക്കുന്ന ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ മുഖത്ത് നോക്കി എന്നെ നയിക്കുന്ന ഒരു പാർത്ഥസാരഥി എനിക്കുണ്ട് എന്ന് പറയാനുള്ള കോൺഫിഡൻസ് ആണ് ഗീത. ആ ഭഗവാന്റെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് ഞാൻ ഗുരുവായൂർ പോയി പറയില്ല, കാരണം അവിടെ ഇരിക്കുന്ന ഉണ്ണിയായിട്ടുള്ള കൃഷ്ണനാണ്. അവിടെ പോയിട്ട് ഗുരുഭാവം, അവർക്കൊക്കെ അവിടെ താലോലിക്കാനും ഇങ്ങനെ അതൊക്കെ ഇവിടെ ആവാം, തെറ്റൊന്നുമില്ല. പക്ഷെ ഭഗവാൻ തന്നെ പറഞ്ഞതുപോലെ ആത്യന്തികമായിട്ടുള്ള എന്റെ പുത്രഭാവത്തിൽ മാത്രം നിൽക്കാതെ ബ്രഹ്മഭാവത്തിലേക്ക് മാറാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ സാധിക്കുമ്പോഴാണ് ഭഗവാന്റെ ധർമ്മ സംസ്ഥാപനം നിറവേറുന്നത്. നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുക വെള്ള കുതിരയുടെ പുറത്ത് ഒരാള് വാളൊക്കെ പിടിച്ച് കുറച്ചു കാലം കഴിഞ്ഞാൽ വരും. ആര്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എത്ര പേര് നാരായണീയം വായിക്കാറുണ്ട്? ഒന്ന് കൈപ്പൊക്കൂ. മതി, ഇത്ര അടുത്തന്നെ ഉണ്ട്. നാരായണീയത്തിൽ കൽക്കി അവതാരം ഉണ്ടാവുന്നേ ഉണ്ടോ? എന്തുകൊണ്ടാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി കൽക്കി എഴുതാൻ? ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ കുറെ നാളായിട്ട് നാരായണ വായിക്കണം. ഏട്ടാ എന്താ ആലോചിക്കാത്തെ? ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഭാഗവതത്തിൽ നരകവർണ്ണനുണ്ട്, നാരായണീയത്തിൽ നരകവർണ്ണനുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? നാരായണീയം വായിച്ച നരകത്തിൽ പോട്ടെ, അത്രേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് അറിയേണ്ടവരാണ് അവിടെ പോകുന്ന ആൾക്കാർ. ഇതിനെക്കുറിച്ച് അറിഞ്ഞാൽ മതി. നാരായണീയം വായിക്കുന്നതിലൂടെ നരകമൊക്കെ കഴിഞ്ഞു. കൽക്കി മേൽപ്പത്തൂർ എഴുതാതിരുന്നതിനും, സ്വർഗാരോഹണം മേൽപ്പത്തൂർ എഴുതിയില്ല കേട്ടോ, ആലോചിക്കണം. മേൽപ്പത്തൂർ സ്വർഗാരോഹണം എഴുതാതിരുന്നതിന്, കൽക്കി അവതാരം എഴുതാതിരുന്നതിന് കാരണമുണ്ട്. എന്ത്? ഇപ്പോഴും ഉണ്ട് ഇവിടെ. നമ്മളിലൂടെ പ്രവർത്തിക്കണം. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുതിരപ്പുറത്ത് വരും എന്ന് കരുതി കൈയും കെട്ടിയിരിക്കുന്ന ആളുകൾ മൂഢന്മാരുടെ സ്വർഗത്തിലാണ്. ഉള്ളിലുള്ള ഗുരുവായൂരപ്പനെ തിരിച്ചറിഞ്ഞ നമ്മൾ ഓരോരുത്തരും കൽക്കിയായിട്ട് മാറും. ഞാൻ ഇന്നിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിവിടെ ഇരുന്നിങ്ങനെ ഈ ഷെഡിന്റെ ഒക്കെ താഴെ ഭഗവാന്റെ അടുത്തിരുന്ന് ഇങ്ങനെ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് 10,000-കണക്കിന് മനുഷ്യര് മഴയും കൊണ്ട് ഭക്ഷണവും കിട്ടാണ്ട് ഒരു സ്ഥലത്ത് പോയിരിക്കുന്നുണ്ട്. ഈ കണ്ട മഴയൊക്കെ അവർ കൊള്ളുന്നുണ്ട്. അവരുടെ ഇരുമുടിക്കെട്ട് നനയുന്നുണ്ട്.
ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ വരുന്ന തീർത്ഥാടകർക്ക് പോലും ഇതാണ് അവസ്ഥ. നമ്മൾ പ്രതീക്ഷിക്കുകയാണ് നാളെ കൽക്കി വരും. ആത്യന്തികമായിട്ട് മാറ്റം ഉണ്ടാവേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ നിന്നാണ്. അത് മനസ്സിലാക്കാതെ എത്ര സഹസ്രനാമം ചൊല്ലിയിട്ടും എത്ര ഗീത വായിച്ചിട്ടും എത്രയൊക്കെ ഭഗവാനെ കൃഷ്ണ അങ്ങ് എന്റേതാണ് ഞാൻ അങ്ങേൻ്റെതാണെന്ന് പറഞ്ഞിട്ടും ഭഗവാൻ തിരിഞ്ഞിരിക്കും. ധർമ്മ സംസ്ഥാപനം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് ഭഗവാൻ വന്ന് നേരിട്ട് ചെയ്യുന്നതാണ്. നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടെന്നാണ് ധർമ്മ സംസ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വം. കഴിഞ്ഞൊരു ഇന്റർവ്യൂവില് കുറച്ചു കാലം മുമ്പ് കൊടുത്തതാ. അപ്പൊ എന്നോട് ഞാൻ അതിൽ പറഞ്ഞ സമയത്ത് ഭഗവാൻ തോന്നിച്ചാണെന്ന് ഞാൻ മനസ്സിലാക്കി പറയുന്നു. ദ്രൗപദിയുടെ വസ്ത്രം അഴിക്കുന്ന സമയത്ത് ഭഗവാൻ വസ്ത്രത്തിന്റെ രൂപത്തിൽ ദ്രൗപദിക്ക് രക്ഷ നൽകിയെന്നും അതുകൊണ്ട് ഞാൻ അതിനെ വിളിച്ച സമയത്ത് എന്റെ വായിൽ അങ്ങനെ അറിയാണ്ട് വന്നു പോയതാ വസ്ത്രാവതാരം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അവതാരത്തെ കുറിച്ച് ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. വ്യാസൻ കുറെ പേര് ചോദിച്ചു. വസ്ത്രാവതാരം, ദശാവതാരങ്ങളൊക്കെ കേട്ടിട്ടില്ല. പതിലില്ലാത്ത മോഹിനി അവതാരം, കപിലാവതാരം ഒക്കെ വേറെ കേട്ടിട്ടുണ്ട്. ഈ വസ്ത്രാവതാരം എന്നുള്ള അവതാരത്തിന് എന്താണ് പ്രമാണം? എവിടെയെങ്കിലും ഇങ്ങനൊരു അവതാരം ഉണ്ടാവും എന്ന് പ്രമാണം ഉണ്ടോ എന്ന് പറഞ്ഞുണ്ട്. എവിടെ? ഭഗവാൻ അർജുനോട് പറയുന്നു, പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. എപ്പോഴൊക്കെ എന്റെ ഭക്തർ വീണു പോകുന്നു അവരെ പരിത്രാണം ചെയ്യാനായിട്ടും വിനാശകാരന്മാരായിട്ടുള്ള ദുഷ്ടന്മാരെ മർദ്ദിക്കാനായിട്ടും അവരെ ഇല്ലാതാക്കാനായിട്ടും ധർമ്മ സംസ്ഥാപനത്തിനായി കാലാകാലങ്ങളിൽ ഞാൻ അവതരിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും കരുതരുത് അതൊരു രൂപമാത്രമായിട്ടാണെന്ന്. ഓടക്കുഴൽ വിളിച്ചാൽ മാത്രമേ അവതാരാവൂ, കലപ്പ പിടിച്ചാൽ മാത്രമേ അവതാരാവൂ, സിംഹത്തിന്റെ രൂപം ഉണ്ടെങ്കിൽ മാത്രമേ അവതാരാവൂ എന്നുള്ളത് മാറ്റൂ. ഓരോന്നും അവതാരമാണ്. ഏറ്റവും വലിയൊരു അധർമ്മമാണ് നടക്കുന്നത്. എന്ത്? ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തയായിട്ടുള്ള ദ്രൗപദി അപമാനിക്കപ്പെടാൻ പോകുന്നു. അവളെ എന്ത് ചെയ്യണം? പരിത്രാണനം ചെയ്യണം. ഏറ്റവും വലിയൊരു ദുഷ്ടത നടക്കണം. ഒരു പെൺകുട്ടിയുടെ ഉടുത്ത തുണി ഇത് അഴിച്ചുകൊണ്ടിരിക്കുക ദുശാസനം ഉൾപ്പെടെയുള്ള ആൾക്കാർ. അവരെന്ത് ചെയ്യണം? വിനാശായ ദുഷ്കൃതം, അവർക്കുള്ള പാഠം പഠിപ്പിക്കണം. ഏറ്റവും വലിയ അധർമ്മം നടക്കുന്നത്. ഒരു പെൺകുട്ടി പരസ്യമായിട്ട് അപമാനിക്കപ്പെടാൻ പോകുന്നു. അവിടെ അധർമ്മാണോ അധർമ്മാണോ നടക്കുന്നത്? അധർമ്മാണ്. ആ അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തെ സംസ്ഥാപനം ചെയ്യണം. അതിന് ഞാനൊരു രൂപം എടുക്കും. ആ രൂപം വസ്ത്രമാണെങ്കിൽ ആ വസ്ത്രം എന്താണ്? അവതാരാണ്. കഴിഞ്ഞില്ല. അപ്പോ ആ ഇന്റർവ്യൂവറോട് ഞാൻ ചോദിച്ചു, വസ്ത്രം മാത്രമല്ല അവതാരം, വേറൊരു അവതാരം ഉണ്ട്. മിനിറ്റിന് ഉണ്ടാവണം അവതാരം. ഏത്? ഒരു അന്യായം ഭൂമിയിൽ കാണുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട്, പ്രതികരിക്കണോ വേണ്ടയോ? അല്ലേ? ഞാൻ അതിന് പറഞ്ഞു. ഇനിയിപ്പോ ഞാനിട്ട പേരാ നിങ്ങൾ കൂട്ടിക്കൊടു, ചിന്താവതാരം എന്ന് വിളിച്ചോളൂ എന്നെ. ഓരോ ചിന്തയും എന്താണ്? യഥാർത്ഥത്തിൽ അവതാരാണ്. ന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കണോ അധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കണോ എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതൊക്കെ അഷ്ടമരോഹിണിയാണ്. അവിടെയൊക്കെ നടക്കുന്ന ആത്യന്തികമായിട്ട് ഭഗവാന്റെ അവതാരമാണ്. പാവപ്പെട്ട ഒരു ചേട്ടനെ ഒരു 10 ചെറുപ്പക്കാർ കുട്ടികൾ കൂട്ടം കൂടി നിന്ന് തല്ലുകയും 11ാമത്തെ ഒരുത്തൻ അത് മൊബൈലിൽ പിടിക്കുകയും ചെയ്യുമ്പോൾ അവനെ പോയി 2 പൊട്ടിക്കണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ചിന്താവതാരമാണ്. നിങ്ങളുടെ മനസ്സിലിരുന്ന് ഭഗവാൻ പറയുന്നു, നിങ്ങളാണ് ധർമ്മ സംസ്ഥാപനം ചെയ്യേണ്ടത്. ആ വിളി നമ്മൾ കേൾക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭഗവാന്റെ ഗുരുഭാവം മനസ്സിലാക്കിയേ സാധിക്കുള്ളൂ. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ, ഇത് എനിക്ക് ഞാനിത് എവിടെയും പറഞ്ഞത് ഭഗവാനായിട്ട് തോന്നിച്ചത് എന്റെ പൊട്ടത്തിനായിട്ട് വേണമെങ്കിൽ നിങ്ങൾ കണ്ടോളൂ. ഭഗവാന്റെ ഗുരുഭാവത്തെ സ്മരിച്ചുകൊണ്ടാണ് ഏതൊരു കുട്ടിയും അവന്റെ അധ്യയന ജീവിതം ആരംഭിക്കുന്നത്. എങ്ങനെ? ഓം ഹരിശ്രീ ഗണപതയേ നമഃ എന്നാണ്. ആദ്യത്തെ 2 അക്ഷരം ഹരി. ഗുരുവായൂരപ്പനുണ്ടോ? ഗുരുവായൂരപ്പനില്ലേ? അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ശ്രീ, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഗണപതി. ആദ്യത്തെ തന്നെ എന്താ? ഹരി. ഒരു കുട്ടിക്ക് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ഹരി ആരാണ്? ഗുരുനാഥനാണ്. അക്ഷരത്തിന്റെ ഗുരുനാഥനാണ് ഹരി. ലക്ഷ്മി അത് കഴിഞ്ഞേ ഉള്ളൂ, ഗണപതി അത് കഴിഞ്ഞേ ഉള്ളൂ. ആദ്യം തന്നെ പറയുന്നത് എന്താ? പരബ്രഹ്മ സ്വരൂപമായിട്ടുള്ള ഓം, ഓംകാരം. ആ ഓംകാരത്തിന്റെ രൂപം ഹരി. ആ ഹരിയിൽ നിന്നുണ്ടായിട്ടുള്ള ശ്രീയും ലക്ഷ്മിയും ഗണപതിയും ഒക്കെ പിന്നെ ആ ഹരിയിൽ നിന്നാ തുടങ്ങണേ. ആ ഹരിയിലുള്ള ഗുരുഭാവത്തെ നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്. നിങ്ങൾ 100 നമ്മുടെ ഗുരുവായൂർ 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 എന്ന് പറയുമ്പോൾ എവിടേക്കോ ഈ ഗുരു 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 എന്ന് പറയുന്നുണ്ട്. അതിന്റെ കൂടെ 100 വട്ടം ഗുരുവായൂരപ്പ എന്ന് വിളിക്കുമ്പോഴും ഗുരു എന്ന് വിളിക്കുന്നുണ്ട് ഭഗവാനെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നില്ല.
അത് മനസ്സിലാക്കിയ ഒരാളെ കുറിച്ച് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതിന് മനുഷ്യനാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. മനുഷ്യനായാലേ ഭഗവാന്റെ ഗുരുഭാവം മനസ്സിലാക്കാൻ പറ്റുമെന്ന് യാതൊരു നിർബന്ധമില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യരായിട്ടുള്ള വിവേക ബുദ്ധിയുള്ള നമുക്ക് സാധിക്കില്ലേ? ഇന്ദ്രദ്യുമ്നൻ എന്ന് പറയുന്ന ഒരു രാജാവിന് ശാപം കിട്ടി ആനയായിട്ട് ജനിച്ചു. ആരായിട്ട്? ഗജേന്ദ്രൻ. നമ്മളെ പോലെ അല്ലെങ്കിൽ എന്നെ പോലെ നിങ്ങളെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല. തോന്നിയ സമയത്ത് ഭക്ഷണം കഴിച്ച്, തോന്നിയ സമയത്ത് ഉറങ്ങി, തോന്നിയ സമയത്ത് യാത്ര ചെയ്ത് ഗംഭീരമായിട്ട് ജീവിത ആഘോഷം കൊണ്ട് നടന്നപ്പോൾ വിചാരിച്ചു ഈ കാണുന്നവരൊക്കെ എപ്പോഴും ഉണ്ടാവും. അങ്ങനെ ഒരു ദിവസം എല്ലാരെയും കൂട്ടി കുളിക്കാൻ പോയ സമയത്ത് കാല് ചെറുതായിട്ടൊന്ന് വഴുക്കി അകത്തേക്ക് വീണുപോയി. ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ വലിച്ചു കയറ്റാൻ നോക്കി. അവർ വലിയ ദുഷ്ടന്മാരെന്നല്ല. കുറെ കാലം വലിച്ചു നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് കയറുന്ന ഏർപ്പാടല്ല, ഇവിടെ നിന്ന് നമ്മൾ പട്ടിണി കിടന്ന് ചാവുള്ളൂ, ഇവൻ പൊക്കോട്ടെ. എല്ലാം ഇത്ര നാൾ എൻ്റെ എന്ന് വിചാരിച്ച് കൂടെ നിന്നിരുന്നവരൊക്കെ മാറിപ്പോയപ്പോഴും കരുതി എന്റെ സ്വയം ബലത്തിൽ എനിക്ക് ഇതിനെ അതിജീവിക്കാൻ സാധിക്കും. അങ്ങനെ മുങ്ങി 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 അവസാനം ആ തുമ്പിക്കൈന്റെ അറ്റം മാത്രം ബാക്കി ഉണ്ടാവുന്ന സമയത്താണ് തിരിച്ചറിയുന്നത് ഭഗവാനെ മാത്രമേ എന്നെ സഹായിക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഭഗവാനാണ് ആത്യന്തികമായിട്ട് എനിക്ക് ഈ ഇരുട്ടിൽ നിന്ന് വെളിച്ചം കൊണ്ടുവന്ന് തരേണ്ടത്. അതുകൊണ്ട് ഗജേന്ദ്രൻ അവിടെ ഉണ്ടായിരുന്ന ഒരു താമരപ്പൂ പറിച്ച് മുകളിലേക്ക് നീട്ടി വിളിച്ച നാമമുണ്ട്. ഏതാത്? ശരദേണ്ടൊക്കെ എപ്പോഴും പറയും. ഏതാ? നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. നോക്കൂ, കൃഷ്ണ നല്ല വിളിച്ചത് നാരായണ, അടുത്ത വരി അഖില ഗുരു ഭഗവൻ നമസ്തേ. ലോകത്തിന് മുഴുവൻ ഗുരുനാഥനായവനെ എന്ന് വിളിച്ചിട്ടാണ് ഗജേന്ദ്രനായിട്ടുള്ള ആന താമരപ്പൂ നോക്കിയത്. നമുക്ക് മാത്രം എപ്പോഴും മനസ്സിലാവാത്തുള്ളൂ ഭഗവാൻ ഗുരുനാഥനാണ്. അയ്യപ്പസ്വാമിക്ക് വേണ്ടിയിട്ട് കെട്ടി നടക്കുന്ന സമയത്ത് നമ്മൾ വിളിക്കും ഗുരുവിൻ ഗുരുവേ അയ്യപ്പ എന്നൊക്കെ. പക്ഷെ അവിടെ ചെല്ലുന്ന സമയത്ത് നമുക്ക് ഭഗവാൻ പന്തള രാജകുമാരനായി, പുലിവാഹനായി, അരവണപ്രിയനായിട്ടൊക്കെ മാത്രമായിട്ട് മാറി. ഗുരുഭാവത്തെ അപ്പോഴും നമ്മൾ കാണാതെ പോയി. ആത്യന്തികമായിട്ട് ഭഗവാന്റെ ഗുരുഭാവത്തെ നമുക്ക് മനസ്സിലാക്കിയേ തീരും. ഞാൻ ഈ ഒരു വാക്ക് ഈ പ്രഭാഷണത്തിൽ ഏതാണ്ട് 10 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒറ്റ വാചകം. ഇതൊക്കെ മറന്നുപോയാലും അതെങ്കിലും നിങ്ങളുടെ മനസ്സിൽ കിടക്കട്ടെ. പ്രഹ്ലാദനെ കിട്ടിയ പോലുള്ള ചണ്ടാമർക്കന്മാരെ പോലുള്ള ഗുരുക്കന്മാരിന്നുണ്ട്. അതല്ല ഞാൻ പറയുന്നത്. ചില ആൾക്കാരുണ്ട് ഗുരുഭാവം കൂടിപ്പോയി എന്നേക്കാൾ വലിയ ഗുരു ആരും ഇല്ലാന്ന് ധരിക്കുന്ന ആൾക്കാരുണ്ട്. ഗുരുഭാവത്തിലുള്ള ആൾക്കുണ്ടാവുന്ന വിശേഷമാണ് യഥാർത്ഥത്തിൽ സ്വാമി എന്നുള്ള വിശേഷമായിട്ടുള്ള നാമം. ഗുരുവിനെ മാത്രമേ ശരിക്കും സ്വാമി എന്ന് വിളിക്കാൻ പറ്റുന്നതാണ്. സ്വാമി എന്നുള്ള പദത്തിന് നിരവധിയായ അർത്ഥങ്ങളിൽ ഒരർത്ഥം സമമായിട്ട് കാണുന്നവനാണ്. എല്ലാവരെയും ഒരുപോലെ കാണുന്നവൻ. ജനിച്ച കുലമോ സാമ്പത്തികമായിട്ടുള്ള അടിസ്ഥാനമോ നിറമോ ലിംഗമോ ഒന്നും ഭേദമില്ലാണ്ട് എല്ലാവരെയും ഒരുപോലെ സമമായിട്ട് കാണുന്നവനാണ് സ്വാമി. ഭഗവാൻ സ്വാമി ആയിത്തീരുന്നത് ഭഗവാൻ എല്ലാവരും ഒരുപോലെ കാണുന്നതാണ്. ഭഗവാന്റെ ഗുരുഭാവം മനസ്സിലാക്കിയ നമുക്കും ആത്യന്തികമായിട്ട് എല്ലാവരെയും ഒരുപോലെ കാണാൻ സാധിക്കണം. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ഒരു കോടി അർച്ചനയ്ക്ക് പോയ സമയത്ത് വളരെയധികം വിഷമമുണ്ടായിട്ടുള്ള കാര്യമാണ്. ഒരു ദിവസം പെട്ടെന്ന് ഭഗവാനിലേക്ക് വരുന്നു എന്നുള്ളതൊരു തെറ്റൊന്നുമല്ല കേട്ടോ. ചില ആൾക്കാർക്ക് അങ്ങനെ തോന്നും. അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ നിങ്ങളോടൊപ്പം ഇരുത്തുക, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക. ഞാൻ പോയപ്പോൾ കണ്ടത് കോടി അർച്ചന നടക്കുക. അപ്പൊ സഹസ്രനാമം കുറെ ആൾക്കാർ ഒരുമിച്ച് ജപിക്കുക. ചില ആൾക്കാരുടെ മുമ്പിൽ മൈക്കുണ്ട്, ചില ആൾക്കാരുടെ മുമ്പിൽ മൈക്കില്ല. അപ്പൊ എല്ലാവരും കുറെ നാളായിട്ട് സഹസ്രനാമം ചൊല്ലി ശീലമുള്ള ആൾക്കാർ. അപ്പൊ അവർക്ക് ഓം വിശ്വം വിഷ്ണു വഷത്കാരോ ഭൂത അങ്ങനെ പോകും. പാവം ആ നാട്ടിലുള്ള ഒരു അമ്മമ്മയ്ക്ക് തോന്നുന്നത് ഇന്ന് സഹസ്രനാമം വായിച്ചു തുടങ്ങാന്നാണ്. അമ്മ വന്ന് ഇതിന്റെ ഇടയിൽ കയറിയിരുന്നു. അപ്പൊ മൈക്ക് 2 സൗണ്ടും കേൾക്കാം. ഏത്? ഈ ഫ്ലോയിലും പോകുന്നുണ്ട്. ഒരാൾ അവിടെ ഓം വിശ്വം ഇങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ അപ്പുറത്തിരിക്കുന്ന ചേച്ചി കുറച്ചു നേരമായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇവരുടെ ഫ്ലോ പോണു. കാരണം വേറെ സൗണ്ട് വരികയാണ്. ഇടയിൽ അറിയാണ്ട് വായിൽ വന്നു പോയി. ഇതേതായി തള്ളാണ്. പിന്നെ ആ എത്ര ആവർത്തി സഹസ്രനാമം ചോദിച്ചിട്ട് എന്താണ് കാര്യം? എല്ലാവരും ഗുരുവായൂരപ്പന്റെ ഭക്തരല്ലേ? ഭഗവാൻ എവിടെയാണ് വലിപ്പച്ചെറുപ്പുള്ളത്? ഭാഗവത്തില് ശ്രുതകീർത്തൻ ബഹുളാശ്വൻ 2 രാജാക്കന്മാരെ ഭഗവാൻ ഒരേ സമയം പോയി അനുഗ്രഹിക്കുന്ന കഥ പറയും. ഒരാൾ രാജാവാണ്, ഒരാൾ ബ്രാഹ്മണനാണ്. ഒരാൾക്ക് കൊട്ടാരുണ്ട്, ഒരാൾ കുടില താമസിക്കുന്നത്. ഒരാളത്ത് അറമുള വട്ടസദ്യ പോലെ ഗംഭീരമായിട്ടുള്ള ഭക്ഷണം, വേറെ സമയത്ത് കഞ്ഞിയും പയറും ഉണ്ടായിരുന്നുള്ളൂ. 2 പേരുടെയും വീട്ടിൽ ഒരേ സമയം പോയി എല്ലാം കഴിച്ച് 2 പേരെ ഒരേപോലെ അനുഗ്രഹിച്ചു. എന്ത്? നന്നായി വരട്ടെ. അല്ലാണ്ട് വള്ളസദ്യ തന്നവനെ ഗംഭീരമായിട്ടുണ്ട്, കഞ്ഞി തന്നവനെ നീ ഏതാ ചോദിച്ചിട്ടില്ല.
നമുക്കും ആത്യന്തികമായിട്ട് ഉണ്ടാവേണ്ട ക്വാളിറ്റി എന്താണ്? എല്ലാവരിലും ഗുരുവായൂരപ്പനെ കാണാൻ നമുക്ക് സാധിക്കണം. ഏത് വസ്തുവിലും, അത് ചലിക്കുന്നതായിക്കോട്ടെ ചലിക്കാത്തതായിക്കോട്ടെ, ഏത് വസ്തുവിലും ഭഗവാനാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. ഏകാദശിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കഥ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പണ്ട് തിരുമംഗലം അദ്ദേഹം ഒരു ഏകാദശി ദിവസം ഭഗവാനെ തൊഴാൻ ഗുരുവായൂർ പോയി പറയും. പ്രക്ഷിപ്തമായിട്ടുള്ള കഥയാണ്, കേൾപ്പിയാൽ മതി. പണ്ടപ്പോഴും മുരളികയിൽ വന്നു. ആ കാലത്ത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട വെച്ചാൽ ഗുരുവായൂർ കയറാൻ സാധിക്കില്ല എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും അന്ന് അമ്പലത്തിന് ചുറ്റുമുണ്ട്. ഇത്ര അവർക്കൊക്കെ വരാം. അദ്ദേഹം ഈ രുദ്രതീർത്ഥത്തിൽ പോയി കുടിച്ച് കയറി വരുന്ന സമയത്ത് ഒരു കുട്ടിക്ക് പൂണൂലൊന്നുമില്ല, അതൊക്കെ തന്നെയാണെന്നാണ് പറയുക. ആ കുട്ടി ദേഹത്തൊക്കെ എണ്ണയൊക്കെ തേച്ചിട്ടുണ്ട്. ഒരു പട്ടുകോണകം മാത്രമേ എടുത്തിട്ടുള്ളൂ. കറു കറുത്തിട്ട് അതിനെ കണ്ടാൽ തന്നെ അത്രയും കറപ്പാണ്. ഇദ്ദേഹം കയറി വരുന്നതിൻ്റെ ഇടയിൽ ക്രോസിൽ ഓടി കയറി വരുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് കയ്യിൽ തട്ടി, കയ്യിൽ എണ്ണമെഴുക്കായി. ഒന്നാമത് കുട്ടി തൊട്ടു, കയ്യിൽ എണ്ണമെഴുക്കായി. കുട്ടി അശുദ്ധിയുള്ള കുട്ടിയാണ്. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും പോയി കുളിച്ചു. അത്ര പിന്നെയും കയറി ചെന്ന സമയത്ത് ഇത് പിന്നെയും ഓടി വന്നു, അപ്പോഴും തട്ടി. പിന്നെയും പോയി കുളിച്ചു. പിന്നെയും കയറി വന്ന സമയത്ത് ഇതിനെ കണ്ടു, തട്ടീന്ന് കണ്ടപ്പോൾ പിടിച്ചു നിർത്തി. ഇനി വിടാൻ പറ്റില്ല, നിന്നോട് ഞാൻ മലയാളത്തിൽ പറഞ്ഞു ഇതിങ്ങനെ ഓടരുത്, ഞാൻ ഇവിടെ തൊടാൻ പോവാണെന്ന് അറിഞ്ഞൂടെ, ഞാൻ എത്രോട്ടായി കുളിക്കണമെന്ന് പറഞ്ഞു. ഇനി മേലെ ഈ വഴിക്ക് കണ്ടുവരുന്ന പറഞ്ഞ് കുറെ ചീത്ത പറഞ്ഞു. അത് നിന്ന് കരയാൻ തുടങ്ങി. ഇനി വലിയ എന്നൊക്കെ പറഞ്ഞു പോയി. പിന്നെ അദ്ദേഹം ഭസ്മൊക്കെ തൊട്ട് ഇപ്രാവശ്യം ഗംഭീരമായിട്ട് ഇനിയിപ്പോ എന്തായാലും വരില്ലല്ലോ കരുതി പോയ സമയത്ത് മതിലിന്റെ മുകളിൽ ചാടി എന്നെ പിടിച്ചോന്നുകൊണ്ട് അത്ര വന്നത്. അപ്പോ ക്ലിക്ക് ചെയ്തു. അപ്പോഴാ ക്ലിക്ക് ചെയ്തുള്ളൂ. ഭഗവാനാണെന്ന് മനസ്സിലായ സമയത്ത് ഇനിയിപ്പോ എന്താ ഇനിയിപ്പോ അതിനടുത്ത് മുക്കത്ത് വയ്ക്കാന്നുള്ളതായിരുന്നു. എന്തിനാണ് കൃഷ്ണ എന്നോട് ഇത് ചെയ്തത്? ഞാനൊന്ന് പോയി തൊഴുവായിരുന്നല്ലോ എന്ന് ഭഗവാൻ പ്രത്യക്ഷത്തിൽ നിൽക്കുമ്പോഴും പറയണത്, പോയി തൊഴുവായിരുന്നല്ലോ. ഭഗവാൻ പറഞ്ഞു എന്നൊന്ന് എടുക്കൂ, ഞാൻ കുറെ നേരം ഇങ്ങനെ ഓടി എനിക്ക് വയ്യാണ്ടായി, എന്നൊന്ന് എടുക്കൂന്ന് വെച്ചു. ഇത്ര വില്ലുമംഗലം എടുത്ത് ഒക്കത്ത് വെച്ചു എന്നാണ്. ഭഗവാൻ മാത്രേ അങ്ങ് ഇനി ഈ ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് നോക്കൂ. വില്ലുമംഗലം നോക്കിയ സമയത്ത് ഞാൻ തമാശക്ക് പറയാനുണ്ട്, അവിടെ ആനപ്പാപ്പന്മാരായിട്ടുള്ള ചേട്ടന്മാര്, പായസം വിളമ്പി കൊടുക്കുന്ന ആൾക്കാര്, മുല്ലപ്പൂ മുറിച്ചു കൊടുക്കുന്ന ചേച്ചിമാര്, സർവത്ത് കടന്ന് നടക്കുന്ന ചേട്ടൻ, ഹോട്ടലിൽ പ്ലേറ്റ് എടുക്കുന്ന ചേട്ടന്മാര്, അവിടെ ഉണ്ടാകുന്ന സകല വസ്തുക്കളും 4 കൈയുള്ള ചതുർബാഹുക്കളായിട്ട് കണ്ടു. എല്ലാവരും ഗുരുവായൂരപ്പൻ, എല്ലാവരെയും കാണുമ്പോഴും ഗുരുവായൂരപ്പനെ പോലെ. ഭഗവാൻ വില്ലുമംഗലത്തിന് ഇങ്ങനെ തോണ്ടിയിട്ട് ചോദിച്ചതാണ്, ഞാനും അവരും തമ്മിൽ ഭേദഭാവം ഉണ്ടോ? ഞാനും അങ്ങയും തമ്മിൽ ഭേദഭാവം ഉണ്ടോ? നമ്മളൊക്കെ ഒറ്റൊന്നല്ലേ? ഈ ചിന്ത ഉണ്ടാവുക എന്നുള്ളതേ ഉള്ളൂ. either you can choose ഗീത, നാരായണീയം, സഹസ്രനാമം, ഭാഗവതം, വോട്ടവർ. നിങ്ങൾ എവിടെയാണോ കണക്റ്റഡ് ആവുന്നത്, ഇനി ഈവൻ നന്ദനം, ഇനി അതും. നിങ്ങൾക്ക് സിനിമയിലൂടെയാണ് നിങ്ങൾ കണക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ സിനിമ. ഞാൻ ഒരിക്കലും ഇതിനൊന്നും മോശം എന്ന് പറയുന്ന ആളല്ല, ഞാൻ പറയില്ല. ഒരു കുട്ടി നീ നാമം ചൊല്ലെന്ന് പറയുമ്പോൾ അമ്മ ഞാൻ നാളെ ചൊല്ലാന്ന് പറഞ്ഞിരുന്നൊരു കുട്ടി ഇന്ന് ചമ്രം പടിഞ്ഞിരുന്ന് മനോഹരി രാധേ രാധേ എന്ന് പാടുന്നുണ്ടെങ്കിൽ വി ഹാവ് ടു അഡ്മിറ്റ് നന്ദഗോവിന്ദം ഭജൻസ്. അഡ്മിറ്റ് ചെയ്യണം അവരെ. അത് പുതിയ കാലഘട്ടത്തിന്റെ മാർഗം, അത് മോശമാണെന്ന് പറയുന്നു. എല്ലാവരും ഇന്ന് സിയാപതി രാമചന്ദ്രക്ക് എന്ന് പറയുമ്പോൾ ജയ് എന്ന് പറയുന്നു. ഇത്രയും കാലം ജയ് ശ്രീറാം എന്ന് പറയുമ്പോൾ എന്തോ പ്രശ്നമായിരുന്നു. ഓരോ കാലഘട്ടത്തിലും ഭഗവാന്റേതായിട്ടുള്ള മാർഗങ്ങൾ ഉണ്ടാക്കും. നന്ദനം അങ്ങനെ ഒരു മാർഗമാണ്, നന്ദഗോവിന്ദം ഭജൻസ് അങ്ങനെ ഒരു മാർഗമാണ്. ഇനിയും കുറെ അവതാരങ്ങൾ ഉണ്ടാവും. മറ്റേ ഉണ്ണികൃഷ്ണൻ പോയി അദ്ദേഹത്തെ പോലത്തെ അവതാരമല്ല കേട്ടോ, വേറെ. ആ അവതാരങ്ങളൊക്കെ ഗുരുസ്ഥാനത്ത് കണ്ടുകൊണ്ട് നമസ്കരിക്കുക. അതിന് ഒരു തരത്തിലുള്ള പ്രായഭേദവും നോക്കേണ്ട ആവശ്യമില്ല. വലിയ ആളായിക്കോട്ടെ ചെറിയ ആളായിക്കോട്ടെ. ഞാൻ പറഞ്ഞു, ഭഗവാൻ തന്നെ പറയുന്നു, എന്റെ സഞ്ചരിക്കുന്ന വിഗ്രഹങ്ങളാണ് ഉദ്ധവ സജ്ജനങ്ങൾ. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഇതൊക്കെ എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉള്ളിലുള്ള ഈ തോന്നല്, നമ്മളെന്തോ ആണെന്നുള്ള തോന്നൽ ഗുരുവായൂരപ്പൻ പൊളിക്കും. കഴിഞ്ഞ ദിവസം പാലക്കാട് ഭജൻ ഉണ്ടായിരുന്നു, നന്ദഗോവിന്ദൻ ഭജൻസ് ഉണ്ടായിരുന്നു. എന്നെ വിളിച്ചിരുന്നു നവീൻ. എനിക്കൊക്കെ എന്തേ ശീലമുള്ളൂ, ഈ ടീച്ചർമാർക്കുള്ള ശീല എന്ത് പറയുക, നിങ്ങൾ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ അല്ലെ. ഒരു പാട്ട് പാടിയപ്പോ പെൺകുട്ടികൾ ഗംഭീരമായിട്ട് നിന്ന് ഡാൻസ് ചെയ്തോടെ പാലക്കാട്. അങ്ങനെ വീഡിയോ ഞാൻ യൂട്യൂബിലുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. ഒരു നേരമെങ്കിലും പാടിയ സമയത്ത് കുറെ കുട്ടികൾ സ്റ്റേജ് കയറി നിന്ന് ഡാൻസ് ചെയ്തു. അപ്പോ നവീൻ പറഞ്ഞു, ഇപ്പൊ പെൺകുട്ടികൾ വന്ന് ഡാൻസ് ചെയ്ത് അടുത്തത് ആൺകുട്ടികൾ ഡാൻസ് ചെയ്യട്ടെ. അദ്ദേഹം ആദ്യം തന്നെ വിളിച്ചത് വ്യാസൻ വന്ന് ഡാൻസ് ചെയ്തു.
ഭഗവാന്റെ നാമാണ് ചൊല്ലുന്നത്. എന്താ നമുക്കൊക്കെ പറഞ്ഞ ശീലം എന്ത്? നാണം കൈവിട്ട് കൈകൂപ്പി സ്തുതിക്കണം. ഇത്രയും കാലത്ത് പറഞ്ഞുകൊണ്ട് നടന്ന ആള് എനിക്ക് പോലും മടി തോന്നി ഒരു നിമിഷം. വിളിച്ചു കൊണ്ടുവന്ന് ഭഗവാൻ ആ മടി മാറ്റിപ്പിച്ചു എന്നാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് മന്ത്രമൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ ഡാൻസ് കളിക്കണം? നിങ്ങൾക്ക് എന്തുകൊണ്ട് നാരായണ നാമം ചൊല്ലുമ്പോൾ ഡാൻസ് കളിക്കാൻ പറ്റുന്നില്ല? മാറ്റും. അത് ഭഗവാൻ പല മാർഗങ്ങൾ ഉപയോഗിച്ച് മാറ്റും. അതൊന്നും മോശമാണെന്ന് കരുതും. ഓരോ കാലഘട്ടത്തിനും അതിൻ്റെതായിട്ടുള്ള അവതാരങ്ങൾ ഭഗവാൻ എടുത്തുകൊണ്ടേയിരിക്കും. എല്ലാ ഭഗവാൻ ആയിരിക്കുന്ന ആ ചൈതന്യത്തെ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് നോക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവുള്ളൂ. നമ്മുടെ പ്രെജുഡീസ് ആയിട്ടുള്ള മുൻവിധികളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഓരോരുത്തരെയും സമീപിക്കാൻ നോക്കുക. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ വിളങ്ങി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചെയ്യുന്ന ആക്ട്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിരോധമുള്ള, നിങ്ങൾ ഏറ്റവും കൂടുതൽ നശിച്ചു പോണേ ഭഗവാൻ എന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള അയാളുടെ അടുത്തേക്ക് നിങ്ങൾ ഓടും. അയാളെ കാണുന്ന സമയത്ത് കെട്ടിപ്പിടിച്ച് ഹരേ നാരായണ എന്ന് പറഞ്ഞ് നിങ്ങൾ കരയും. അതാണ് ഞാൻ നിങ്ങളുടെ മനസ്സിൽ നിറങ്ങി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന അനുഭൂതി എന്ന് ഭഗവാൻ സ്വയം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഉള്ളത് ഞാനാണെന്ന് മനസ്സിലാക്കണം. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ക്ലാസ് ഇല്ല. ആരാണോ ഇത്രയും കാലം നശിച്ചു പോണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നത്, അവന്റെ അടുത്തേക്ക് ഓടിയിട്ട് അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് ഹരേ ഗുരുവായൂരപ്പാന്ന് വിളിക്കാൻ എപ്പോൾ സാധിക്കുന്നോ അപ്പോഴേ ഉള്ളൂ ഭഗവാന്റെ ഗുരുഭാവം പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള ഭഗവാനായിട്ടുള്ള പാർത്ഥസാരഥിയെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഇത്രയും സമയം ഞാൻ പറഞ്ഞതിൽ പലതും വിയോജിപ്പുകൾ ഉണ്ടാവാം, സ്വാഭാവികം. അതൊക്കെ തന്നെ ഭാവിയിലേക്കുള്ള കുട്ടികൾക്കുള്ള ചർച്ചയ്ക്ക് വിധേയമാവട്ടെ. അതൊക്കെ അതിലൊക്കെയുള്ള ഏറ്റവും അന്തസത്ത് നല്ലത് മാത്രം സമൂഹത്തിലേക്ക് പ്രചരിക്കപ്പെടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എനിക്ക് 8:45 തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള വന്ദേ ഭാരത് ആ ഗുരുഭാവത്തെ കൂടി നമസ്കരിച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് വീണ്ടും പത്മനാഭസ്വാമിയുടെ അടുത്തേക്ക് പോകാനുള്ള അവസരം തന്നിരിക്കുന്നു. ഭഗവാൻ ആറന്മുള ഭഗവാനെ കണ്ട് നാളെ പത്മനാഭസ്വാമിയുടെ അടുത്തൊരു പ്രഭാഷണം കഴിഞ്ഞ് മറ്റന്നാൾ ഭൂലോക വൈകുണ്ഠായിരുന്ന ഗുരുവായൂരിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ഭാഗ്യം ഗുരുവായൂരപ്പൻ തന്നിരിക്കുന്നു. ഇവിടെ വരാൻ സാധിച്ചതിലുള്ള വലിയ വലിയ സന്തോഷം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. സജ്ജനങ്ങളായിട്ടുള്ള നിങ്ങളെ ഓരോരുത്തരെയും തൃക്കാൽക്കൽ നിങ്ങളാകുന്ന ഗുരുക്കന്മാരെ നമസ്കരിച്ചുകൊണ്ട് ഈ വേദിയിൽ നിന്ന് വിടവാങ്ങാൻ അനുവദിക്കണേ എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം ഇവിടെ ഇരുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നാരായണ അഖില ഗുരു നമസ്തേ.